ഉണ്ടായി. 13 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യ ഭാര്യയായ ഹാജറ ബീവിയിലും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായി. അതാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. മക്കക്കാര് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയും മദീനക്കാർ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയുമായിരുന്നു. പഴയ കാലം മുതൽ തന്നെ മക്കക്കാരും മദീനക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ ഭാഷയിൽ ചക്കുളത്തിപ്പോര് എന്ന് പറയും. ഒന്ന് സാറാബിയുടെ മക്കളാണ് മദീനക്കാർ, മറ്റൊന്ന് ഹാജറാബിയുടെ മക്കളാണ് മക്കക്കാർ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ മദീനക്കാര് മക്കയിൽ വരൽ പതിവുണ്ട്. കഅബ സന്ദർശിക്കും, കഅബയുടെ അടുത്ത് തവാഫ് ചെയ്യും. പക്ഷേ അവർ സഫാ മറുവൻ്റെ ഇടയിലേക്ക് പോകൂല. കാരണം സഫാ മറുവ ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ്ട് പോവില്ല. സംസം വെള്ളം കുടിക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ കൊണ്ടുപോയി എന്നുള്ളത് ജൂതന്മാർ സമ്മതിക്കും, മദീനക്കാർ സമ്മതിക്കും. ഇസ്മായിലിനെയാണെന്ന് സമ്മതിക്കൂല. അവരുടെ അഭിപ്രായത്തിൽ അത് ഇസ്ഹാഖ് നബിനെയാണ് അറുക്കാൻ കൊണ്ടുപോയത് എന്നാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ജൂതന്മാർ ആദ്യമായി തിരുത്തിയത് അറുക്കാൻ കൊണ്ടുപോയത് ഇസ്മായിൽ നബിനെയാണ് എന്നുള്ളിടത്ത് ഇസ്മായിൽ എന്ന പേരാണ് എന്നാണ്. അത് വെട്ടിയിട്ട് അവർ ഇസ്ഹാഖ് നാക്കി. അങ്ങനെ വെട്ടി മാറ്റിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഈ സംഭവം നടക്കുന്നത് മക്കയിലാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം മക്കയിലേക്ക് തീരെ വന്നിട്ടന്നല്ല, അപ്പോലും മക്ക വെട്ടിയിട്ട് ഫലസ്തീനും ആക്കി. അങ്ങനെയാണ് തൗറാത്തിലും ഇഞ്ചീലിലും വെട്ടൽ തുടങ്ങണത്. പിന്നെ അങ്ങനെ വെട്ടി വെക്കുമ്പോൾ ഒന്ന് വെട്ടിയാൽ പിന്നെ ഒക്കെ വെട്ടുമല്ലോ. അങ്ങനെ പിന്നെ അവർക്ക് ആവശ്യമുള്ളിടത്തൊക്കെ വെട്ടി. അങ്ങനെയാണ് ഉണ്ടായത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവചരിത്രമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹജ്ജ് ഒരു കുടുംബ ജീവിതത്തിൻ്റെ ചരിത്രമാണ്. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മോന്. ഭർത്താവ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഭാര്യ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ, മകൻ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ മൂന്നാൾക്കാരും പഠിച്ചാൽ കുടുംബജീവിതം കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മഹല്ല് കുടുംബ സംഘമാണ് വിളിച്ചിട്ടുള്ളത്. നല്ല സംഘമാണ് ഈ മഹല്ല് കുടുംബ സംഘം എന്ന് പറഞ്ഞത്. ചില സ്ഥലത്ത് തറവാട് വക കുടുംബ സംഗമങ്ങൾ ഉണ്ടാവലുണ്ട്. അതും നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിനെ അപേക്ഷിച്ച് ഇത് വളരെ ഉഷാറാണ്. അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട് തറവാട് വകയുള്ള കുടുംബ സംഗമത്തിന്. ഇതിൻ്റെ കുഴപ്പം ഇതിനുണ്ട്. അതാണിപ്പോൾ ആ കേൾക്കണ ഒച്ചയൊക്കെ. എന്തായാലും ആയിക്കോട്ടെ, അല്ല അതിന് ദിലേറെ ഒച്ച ഉണ്ടാവും കേട്ടോ. തറവാട്ടുവക കുടുംബ സംഗമത്തിന് ദിലേറെ ഒച്ച ഉണ്ടാവും. ഇത് പിന്നെ കുറച്ചൊരു കുറവുണ്ട്. മറ്റേത് ഇവിടുന്നൊക്കെ പിടുത്തം വിടും. കാരണം ഇളയമാൻ്റെ മകളെ പേരക്കുടിനെ കെട്ടിച്ചത് ആദ്യമായിട്ട് കാണുകയല്ലേ, അപ്പോൾ പിന്നെ ഒച്ച കുറേയും കൂടിയും കൂടും. ഇത് പിന്നെ അങ്ങനെ തന്നെ അല്ല, കുറച്ച് കഴിഞ്ഞാൽ രേഷം കുറയും. കുട്ടികളൊക്കെ ഒന്നിങ്ങനെ ഒതുങ്ങിയാൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുടുംബസംഗമത്തിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജറ ബീവി, മൂന്നാളാണ് ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജിൻ്റെ താരീഖ് പഠിച്ചാൽ കുടുംബസംഗമം, കുടുംബത്തിൻ്റെ സന്ദേശം, കുടുംബജീവിതം പഠിയുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. ഒരു ചെറിയ കുന്ന് കണ്ടു. ആ കുന്നിൻ്റെ അപ്പുറത്തെത്തിയപ്പോൾ ഹാജറ ബീവിയും ഇസ്മായിൽ അലൈഹിസ്സലാമും കാണുകയില്ല എന്നുറപ്പായപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് തോരുന്നു. ഭൂമിയിലെ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴമായതിൻ്റെ കാരണം ഇബ്രാഹിം നബിൻ്റെ ദുആയാണ്. വാപ്പാൻ്റെ ദുആ. ഇബ്രാഹിം നബി പറഞ്ഞത് വാപ്പ.
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനഫി മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാകുന്നു. ഞാൻ ഫീ മില്ലത്തി, മാർഗത്തിലാണ്, അബി, എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാണെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി. ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട വാപ്പ ഇബ്രാഹിം നബിയാണ്. അബുൽ ബഷർ ആദൻ നബിയാണെങ്കിലും അറിയപ്പെട്ട വാപ്പ ഇബ്രാഹിം നബിയാണ്. ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട മകൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിൻ്റെ രാത്രി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശത്ത് വെച്ചുകൊണ്ട് കണ്ടപ്പോൾ പറഞ്ഞു, മർഹബം ബിബിനി സ്വാലിഹി, സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതമെന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിനെ വാപ്പാന്നും വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മകൻ എന്നും വിളിച്ചു. ചരിത്രത്തിൽ അറിയപ്പെട്ട വാപ്പയും മകനും ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയുമാണ്. വത്തീനി വസ്സൈതൂനി വതൂരി സിനീന വഹാദൽ ബലദിൽ അമീൻ. വത്തീനി വസ്സൈതൂൻ, അത്തിമരം തന്നെയാകുന്നു സത്യം. വസ്സൈതൂൻ, സൈതൂൻ മരവുമാകുന്നു സത്യം. വതൂരി സീനീന, സീനായ് എന്ന പേരായ മരുഭൂമിയിലെ തൂർ എന്ന പർവ്വതവുമാകുന്നു സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയമായ നാടുമാകുന്നു സത്യം. 4 സത്യങ്ങളാണ്. ഒന്ന് വത്തീൻ, അത്തിമരം തന്നെയാണ് സത്യം. അത്തിമരം കൊണ്ട് ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിനെയാകുന്നു എന്നാണ്. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തൂഫാൻ എന്ന പേരായ വലിയ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ച ആളുകളും ആ കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ച ആൾക്കാരും കപ്പലിൽ കയറി. അങ്ങനെ ഏതാനും ദിവസങ്ങൾ അവർ വെള്ളത്തിൽ ഓടി നടന്നു. അതിനുശേഷം കപ്പൽ വെള്ളമെല്ലാം ആണ്ടുപോയപ്പോൾ ജൂതി എന്നു പേരായ ഒരു പർവ്വതത്തിൽ കപ്പൽ അതിൻ്റെ മുകൾ ഭാഗത്തടിഞ്ഞു. വെള്ളം ഒന്നായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ജൂതി പർവ്വതത്തിന് മുകളിലുണ്ടായിരുന്ന മരങ്ങൾ അതിൻ്റെ കൂടെ കടപുഴകി ഒഴുകിപ്പോയി. പിന്നീട് ആ ജൂതി പർവ്വതത്തിൽ മുളച്ച മരമായിരുന്നു എത്രേ, അത്തിമരം. അതുകൊണ്ട് അത്തിമരം തന്നെയാകുന്നു സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ സയ്യിദുനാ നൂഹുൻ അലൈഹിസ്സലാമിനെയാകുന്നു എന്നാണ്. രണ്ടാമത്തത് വസ്സൈതൂൻ, സൈത്തൂൻ മരമാണ്. സൈത്തൂൻ മരം എന്നത് ഈസ നബി അലൈഹിസ്സലാമിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ മാതാവായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിക്കുന്നത് ഒരു മലയുടെ താഴ്വാരത്തിലായിരുന്നു. ഒരു ചെറിയ കുടിലിൽ ഒരു മലയുടെ താഴ്വാരത്താണ്. ആ മലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സൈത്തൂൻ മരങ്ങൾ നിൽക്കുന്ന മല. അതുകൊണ്ട് വസ്സൈത്തൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെയാകുന്നു എന്നാണ്. മൂന്നാമത്തേത് വത്തൂരി സീനീൻ, സീനായി മരുഭൂമിയിലെ തൂർ എന്ന പേരായ പർവ്വതമാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു സീനായി മരുഭൂമിയിലെ തൂർ എന്ന പേരായ പർവ്വതം. അതുകൊണ്ട് മൂസ നബിനെയുമാണ് ഉദ്ദേശിച്ചത്. ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത് 5 പേരാണ്. ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. 1,24,000 അമ്പിയാക്കളാണ് ലോകത്ത് വന്നത്. 2,24,000 അഭിപ്രായമുണ്ട്. അതിൽ 313 ആളുകൾ മുർസലീങ്ങളാകുന്നു. പ്രത്യേകമായ വേദഗ്രന്ഥം നൽകപ്പെടുകയോ
പ്രബോധനം കൊണ്ട് കൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് മുർസലീങ്ങൾ എന്ന് പറയുന്നത്. അമ്പിയാക്കളും മുർസലീങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അമ്പിയാക്കൾ എന്ന് പറയുന്നവർ നല്ലവരായി ജീവിച്ച് കാണിച്ചാൽ മതി. ആരോടും അള്ളാഹിനെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ പറയാൻ കൽപ്പനയില്ല. മുർസലീങ്ങൾക്ക് പ്രബോധനം കൊണ്ട് കൽപ്പനയുണ്ട്. അതാണ് മുർസലീങ്ങൾ. 313 ആൾക്കാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേർക്ക് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നു, പ്രത്യേകക്കാരായ നബിമാർ. ഒന്ന് മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, 2 മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, 3 മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഇനി 2 ആൾക്കാരുണ്ട്, പക്ഷേ ഒരു സത്യമേ ബാക്കിയുള്ളൂ. സത്യം 3 കഴിഞ്ഞു. വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ 3 കഴിഞ്ഞു. ഇനി സത്യത്തിൽ 1 ബാക്കിയുള്ളത്. വഹാദൽ ബലദിൽ അമീൻ. ആൾക്കാർ 2 ഉണ്ട്. 3 സത്യം കഴിഞ്ഞപ്പോൾ 3 ആൾ കഴിഞ്ഞു. മൂസാ നബി കഴിഞ്ഞു, നൂഹ് നബി അലൈഹി ഇസ്ലാം കഴിഞ്ഞു, ഈസാ നബി കഴിഞ്ഞു. ഉലുൽ അസ്മിൽ ഇനി 2 ആൾക്കാരുണ്ട്. സത്യം 1 ഉള്ളൂ. 2 ആൾക്കും കൂടിയും ഒരു സത്യം. വാപ്പയും മകനും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും മൂസാ നബിനേറ്റ് ബന്ധമുണ്ടാവും. മൂസാ നബി നിങ്ങളുടെ പിതാവാണ്. മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണ് നിങ്ങളുള്ളത്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വച്ചിരിക്കുന്നത്. തറവാടുണ്ടാക്കിയതും ഇബ്രാഹിം നബിയാണെന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വീട് മക്കയിലെ കഅബയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കിയത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. മുസ്ലിങ്ങൾ എന്ന് നമുക്ക് പേരിട്ടതും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിടുന്നതിൻ്റെ മുന്നേ നമ്മളെ പേര് ഹനീഫ് എന്നായിരുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. വജ്ജഹ്തു, ഞാൻ നേരിടിയിരിക്കുന്നു, വജ്ഹി, എൻ്റെ ശരീരത്തെ. വാക്കിൻ്റെ അർത്ഥം മുഖം എന്നാണെങ്കിൽ ഉദ്ദേശം ശരീരം എന്നാണ്. എൻ്റെ ശരീരത്തെ ഞാൻ നേരിടിയിരിക്കുന്നു. ലില്ലദീ, ഒരു അള്ളാഹുവിലേക്ക്, ഫതറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അവൻ പടച്ചിരിക്കുന്നു. ഹനീഫൻ, ഞാൻ ഹനീഫായ നിലയിലും മുസ്ലിമൻ, മുസ്ലിമായ നിലയിലും. ഈ ഹനീഫാണ് മുസ്ലിം എന്ന പേരിൻ്റെ മുമ്പ് നമ്മളെ പേര്. ഇസ്ലാം തുടങ്ങുന്നത് ആദം വല്ലിപ്പാൻ്റെ അവിടുന്നാണ്. ഇസ്ലാം തുടങ്ങുന്നത് ആദ്യത്തെ പ്രവാചകൻ സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമാണ്. അവിടുന്നാണ് തുടങ്ങുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ തന്നെ മറ്റൊരു പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാ നബിമാരുടെ കാലഘട്ടത്തിലും വേറെ നബിമാരുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രവാചകൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് 2 നബിമാർ വേറെയുണ്ട്. മഹാനായ സയ്യിദുനാ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ്. മഹാനായ സയ്യിദുനാ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ്. ഇങ്ങനെ എല്ലാ നബിമാരുടെ കാലത്തുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുജനായിരുന്നു ഹാറൂൻ നബി അലൈഹി ഇസ്ലാം. ഒരേ കാലക്കാരാണ്, ജ്യേഷ്ഠനുജനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് മറ്റൊരു പ്രവാചകൻ ഇല്ലാത്തത്. അപ്പോൾ ഹനീഫ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് നമ്മളെ പേര്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷമാണ് മുസ്ലിമീങ്ങൾ എന്ന പേര് വരുന്നത്.
ഇവിടെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്നുള്ളടത്ത് ഹനീഫൻ എന്ന് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ശരിക്കും തർത്തീബ് അനുസരിച്ച് മുസ്ലിമൻ ഹനീഫൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയാണ്ടായ കാരണം ഹനീഫ് എന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമനപ്പേര് കൂടിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള ബന്ധം സ്ഥിരപ്പെടുത്താനാണ് അത് ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലുടനീളം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനായിട്ടുള്ള ബന്ധം കാണും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. അഫ്ളലു ഇബാദത്തുൽ ബദനി അഫ്ളലു ഇബാദത്തിൽ ബദനി അസ്വലാ. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ പള്ളിക്ക് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 കഴിഞ്ഞാൽ ഇമാമ് പറയും അഫ്ളല ദിക്ർ. അപ്പം നമ്മൾ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ഇബാദത്തിൽ ബദനി ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളൽ അസ്സലാത്തു നിസ്കാരാണ്. അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ശരിക്ക് നിസ്കരിക്കുമ്പോൾ വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന അഫ്ളൽ ഇബാദത്തിൽ ബദനി അസ്സലാത്തു ആണ്. അങ്ങനെ ആവുമ്പോൾ അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണല്ലോ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ശരിക്ക് വേണ്ടത്. പിന്നെന്തേ അത് അല്ലാഹു അക്ബർ എന്നാവാൻ കാരണം? ഇബ്രാഹിം നബി അവ്വലു മൻ ഖാലഹാ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകുന്നു. ഇബ്രാഹിം നബിയുമായിട്ടുള്ള ബന്ധമാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനേറ്റ് ബന്ധമുണ്ട്. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വിടാതെ കൊണ്ട് നടക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. ആ 10ഉം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടാണ് ബന്ധമുള്ളത്. 10 കാര്യങ്ങൾ. മിസ്വാക്ക് ചെയ്യൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധം. ചേലാകർമ്മം ചെയ്യൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടാണ് ബന്ധം. നഖം മുറിക്കൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടാണ് ബന്ധം. മീശവട്ടൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടാണ് ബന്ധം. താടി വളർത്തൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടാണ് ബന്ധമുള്ളത്. ഇങ്ങനെ 10 കാര്യങ്ങൾ. അതിനെ ഫിത്രത്തുന്നാസ് എന്ന് പറയും. അമ്പിയാക്കൾ എല്ലാവരും അനുഷ്ഠിച്ചിട്ടുള്ള 10 കർമ്മങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ മൊത്തം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മളെ വാപ്പയാണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിമ ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. അതുകൊണ്ട് ഹജ്ജ് ഒരു വാപ്പാൻ്റെയും ഒരു ഉമ്മാൻ്റെയും ഒരു മകൻ്റെയും താരീഖാണ്. ഹജ്ജ് മുഴുവനായിട്ടും അതാണ്. ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് നമ്മളൊക്കെ നാട്ടിലെ ഹാജിമാരൊക്കെ മടങ്ങി അടുത്ത വർഷത്തെ ഹജ്ജിന് പോകാനുള്ള അപേക്ഷ കൊടുക്കാൻ അടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പത്രത്തിൽ വന്നു. ശരിക്കതൊരു കുടുംബജീവിതമാണ്. ഈ കുടുംബജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം പഴമായി. അതിന് പിന്നിൽ വാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ദുന്യാവിൽ മാത്രമല്ല, സ്വർഗത്തിലെ ഭക്ഷണം പറയുമ്പോൾ ആദ്യം പറയാ പഴാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. സ്വർഗീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴങ്ങളാണ്. എന്തേ കാരണം? ഇബ്രാഹിം നബി തോരുന്ന പടച്ചോനെ, എൻ്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ. ഇബ്രാഹിം നബിനായിട്ടാണ് ബന്ധം അലൈഹിസ്സലാം.
സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുവന്ന് ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു കൂടാരം നിർമ്മിച്ച് അതിൽ താമസിപ്പിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു പാത്രം കാരക്കയും മറ്റൊരു പാത്രത്തിലെ പച്ചവെള്ളവും ഇറക്കി വെച്ചു കൊടുത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിനോട് ഇങ്ങനെ ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ല മനുഷ്യ, എവിടുക്ക നിങ്ങൾ ഇനി ഈ ചെറിയ കുട്ടിനെയും മാത്രം ഇവിടെ ആക്കിയിട്ട് ഈ പോണത് എന്ന് ചോദിച്ചു. അറബിയിലേക്കാരം ഒരു ചോദിച്ചിട്ടുണ്ടാകുക, മലയാളത്തിലാവുമ്പോൾ അങ്ങനെയാണ്. അല്ല മനുഷ്യ, എവിടുക്ക ഇനി ഈ ചെറിയ കുട്ടിനെയും ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ ഈ പോണത് എന്ന് ചോദിച്ചു. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. കാരണം മറുപടിയില്ല. എന്താ പറയാ? രണ്ടാമതും ചോദിച്ചു, എന്നെയും ഈ ചെറിയ കുട്ടിയെയും ഇവിടെയാക്കി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദ, അല്ല പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കിയത് എന്ന് ചോദിച്ചു. അപ്പം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നാം, അതെ, അള്ളാഹു പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇദല്ലാ യുളയ്യുനല്ലാഹ്, അള്ളാഹു പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും സങ്കടത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി തിരിഞ്ഞു നോക്കിയില്ല. ഒരു ചെറിയ മലയുടെ അപ്പുറത്തെത്തിയപ്പോൾ ഭാര്യയും മകനും കാണുകയില്ല എന്നുറപ്പായപ്പോൾ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്തു. തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞു, മറ്റൊരു തോൽപാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും കഴിഞ്ഞു. കാരക്കയും വെള്ളവും കഴിഞ്ഞതിനാൽ മുലയിലെ മുലപ്പാലും കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വാവിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ചുകൊണ്ട് സഫ എന്ന കുന്നിൻ മുകളിലേക്ക് ഒരാളുടെ ഉയരത്തിൽ കയറി നിന്നു. നാലു ഭാഗത്തേക്കും നോക്കിയപ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്ന് ചെന്നായെ ഓടിച്ചതിന് ശേഷം മർവ എന്നു പേരായ കുന്നിൻ മുകളിലേക്ക് ഒരാളുടെ ഉയരത്തിൽ കയറി. നാലു ഭാഗത്തേക്കും നോക്കി വെള്ളം കാണുന്നില്ല. പക്ഷേ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് വീണ്ടും കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി വന്ന് ചെന്നായെ ഓടിച്ച് പിന്നെയും സഫയിലേക്ക് പോയി, വീണ്ടും മർവയിലേക്ക് പോയി. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസ്. ശരിക്ക് ഈ നാട്ടിൽ വേറെ ആരുമില്ല. അന്ന് മക്കത്ത് വേറൊരു മനുഷ്യനുമില്ല, ആകെ ഒരു ഉമ്മയും കുട്ടിയും മാത്രമാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഇവരെവിടെ കൊണ്ടുവന്ന് ഒരു കൂടാരുണ്ടാക്കി അതിൽ താമസിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. വെള്ളമില്ലാതെ ഒരു ഉമ്മയും ഒരു കുട്ടിയും ഒറ്റപ്പെട്ടാൽ കുട്ടിയെ കിടത്തി വെള്ളം അന്വേഷിച്ചു പോകുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരികയാണെങ്കിൽ ചെയ്യേണ്ടത് മറുവയിലേക്ക് പോകുമ്പോൾ കുട്ടിനെടുത്തിട്ട് തോളിലിട്ടുങ്ങാണ്ട് പോകലാണ്. ശരിക്കും ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞ കുട്ടി എടുത്താൽ പൊന്താത്ത കുട്ടിയൊന്നുമല്ല. പിന്നെന്തുകൊണ്ട് തോളിലിട്ടില്ല എന്നതിൻ്റെ ഉത്തരമാണ് ഒരു മകൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ ഉത്തരം. എന്തുകൊണ്ട് തോളിലിട്ടില്ല? തോളിലിടാതിരിക്കാണ്ടായ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹാജറ ബിവി ചോദിച്ചിരുന്നു, ഞങ്ങളെ ഇവിടെ ആക്കാൻ അള്ളാഹു പറഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ മകന് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചു. അങ്ങനെ 7 തവണ സഫാ മർവയുടെ ഇടയിൽ നടന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച ഭാഗത്ത്
ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ ചിറക് കൊണ്ടൊന്നിങ്ങനെ തോണ്ടിയപ്പോൾ അവിടെ നിന്നും വെള്ളം വരാൻ തുടങ്ങി. വെള്ളം കൂടുതലാകുമെന്ന് തോന്നിയപ്പോൾ അതിങ്ങനെ തടാകം പോലെ കെട്ടി നിർത്തിയിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സംസം എന്ന് പറഞ്ഞു. ഇതാണ് സംസമിൻ്റെ താരീഖ്. അതിൻ്റെ പിന്നിൽ ഒരു വാപ്പയും ഒരു ഉമ്മയും ഒരു കുട്ടിയാണ്. സംസമിൻ്റെ പിന്നിൽ ഒരു വാപ്പയും ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ്. എന്തേ ഇവർക്കുണ്ടായ പ്രത്യേകത? ഇവർക്കുണ്ടായ പ്രത്യേകത ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനാൽ ഇനി അവിടെ നിന്നെടുക്കണ്ട എന്ന ചിന്തക്കാണ് തവക്കുൽ എന്ന് നമ്മൾ പറയുന്നത്. സത്യത്തിൽ സംസം തവക്കുലിൻ്റെ ചീർണിയാണ്. ആരുടെ? ഒരു ഉമ്മാൻ്റെ. ഒരു ഉമ്മ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് സംസം എന്ന ഒരു സെക്കൻഡിൽ 6000 ക്യൂബിക് മീറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന കിണർ. ഒരു ഉമ്മ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് അതിൻ്റെ പിന്നിലുള്ളത്. ലോകത്തെ എല്ലാ വിജയങ്ങളും ഉമ്മമാരുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ ആശയം. ലോകത്തുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കി, അതിൻ്റെയൊക്കെ ബാക്കിൽ ഉമ്മയ്ക്കാരം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു എന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണ് കണ്ടിരുന്നില്ല എന്നാണ് തുടക്കത്തിൽ, ചെറുപ്പത്തിൽ. ഉമ്മ ദ്വാരന്ന് ഒരു ദിവസം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉറക്കത്തിൽ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയോട് പറഞ്ഞു, മോളെ, നിന്റെ ദുആഇനെ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ട്, നിന്റെ മകന് അള്ളാഹു കാഴ്ച തിരിച്ചു നൽകിയിട്ടുണ്ട്. നേരം വെളുത്തപ്പോൾ ഇമാം ബുഖാരിക്ക് കണ്ണ് കാണാണ്ട്. 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിക്കാൻ അവസരമുണ്ടായി മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്. 4000 ഉസ്താദുമാർ കേട്ടോ, 1-2 അല്ല. ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരനെ ഉണ്ടാവില്ല. അതിൽ തന്നെ 2ാം ക്ലാസ്സിലെ മമ്മൂട്ടി അല്ലാക്കാനെ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ് ദർസിലെ കുട്ടികളൊക്കെ കാണാണ്ട് ഇവിടെ. അള്ളാഹു അവരൊക്കെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി മാറ്റട്ടെ. മദ്രസയും ദർസൊക്കെ നിലനിന്ന് പോകണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൂട്ടത്തിൽ പറയാമെന്ന് മാത്രം. ശരിക്ക് ദർസുള്ള പള്ളിയിൽ ദുആക്ക് ഇജാബത്ത് കൂടുതലുണ്ടാവുന്നതാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ, 1 മാബൈന ഖബരി വ മിമ്പരിയാണ്, 2 ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടാണ്, 3 മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്നയാണ്. 3 സ്ഥലത്താണ് സ്വർഗം പറഞ്ഞത്. 1 മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം സ്വർഗത്തോപ്പാകുന്നു. 2ാമത്തേത് മാബൈന ഖബരി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാകുന്നു. 3ാമത്തേത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്, സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിലാകുന്നു. ശരിക്കും ഈ പറഞ്ഞ 3 സാധനം ഒന്നാണ്. അതായത് മാബൈന ഖബരി വ മിമ്പരി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് ആയിഷ ബീവിൻ്റെ വീട്ടിലാണ്. അമ്പിയാക്കൾ എവിടെ വെച്ചാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറവ് ചെയ്യണമെന്നാണ് നിയമം. എവിടുന്നാണ് അമ്പിയാക്കൾ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യും. അപൂർവം ചില നബിമാർ അങ്ങനെ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം മരിച്ച സ്ഥലത്തല്ല മറവ് ചെയ്തത്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു വലിയ സംഭവം ഉണ്ടായി. മിസ്റിലെ രാജാവായിരുന്നു മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. നൈൽ നദിയുടെ ഒരു കരയിൽ ഈജിപ്തിലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം താമസിക്കുകയാണ്. ഒരു ദിവസം നൈലിൻ്റെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിനോട് വന്നിട്ട് പറഞ്ഞു, മഹാനവർകളെ, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ യൂസുഫ് നബി ചോദിച്ചു, അപ്പോൾ എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർത്താൽ അവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടാവുന്ന ഞങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും പൈസ ഉണ്ടായിട്ടുണ്ട്. നൈൽ നദിയുടെ ഒരു കരയിൽ യൂസുഫ് നബി താമസിച്ചു. അവിടെ എല്ലാവർക്കും കൃഷി ഉണ്ടായി, ജലസേചനം നടന്നു, കച്ചവടം ഉഷാറായി, പൈസ നല്ലോണം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ കുറച്ചാൽ അവിടെ ഒന്ന് വന്ന് പാർത്താൽ അവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്തൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വന്നോളാറുണ്ട്. ഞാൻ വന്നിട്ട് പൈസ ഉണ്ടാകുകയാണെങ്കിൽ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ വരാറുണ്ട്. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ പോയി താമസിച്ചു. ഓല് വിചാരിച്ച മാതിരി ഓൽക്ക് പൈസ ഉണ്ടായി. കൃഷികൾ നടന്നു, ജലസേചനം നടന്നു, കച്ചവടം ഉഷാറായി, എല്ലാവരും സമ്പന്നരായി, കടമൊക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്നു, റാഹത്തായി, ഉഷാറായി. ഇങ്ങനെ എല്ലാവരും മുതലാളിമാരായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വഫാത്തായി, മരിച്ചു. മരിച്ചപ്പോൾ ഒരു തർക്കമുണ്ടായി. അക്കരമക്കാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരനാണ്, അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവ് ചെയ്യണം എന്നാണല്ലോ നിയമം, ഇവിടെ തന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. അക്കരമെന്ന് വന്നവർ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, കൊണ്ടുപോകാനുള്ള തോണിയും കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, കൊണ്ടാകാൻ പാടില്ല പറഞ്ഞു. അങ്ങനെ അവസാനം തിരക്കും തല്ലും വെക്കണമൊക്കെ ആയി. ഹത്താ യഖ്തതിലൂന്ന് താരീഖിലുണ്ട്. അക്കരമക്കാരും ഇക്കരമക്കാരും കൂടിയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യാനൊരുങ്ങി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസക്ക് വേണ്ടിയിട്ട്. അവസാനം രണ്ടു നാട്ടിലെയും വിധികർത്താക്കൾ, ജഡ്ജിമാർ യോഗം ചേർന്നിട്ടൊരു തീരുമാനമെടുത്തു, രണ്ട് സ്ഥലത്തും മറവ് ചെയ്യേണ്ട, തൽക്കാലം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിക്ക് കുറുകെ മണലും ചാക്ക് കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തി നടുവിൽ മറവ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് നൈലിൻ്റെ നടുവിൽ ഇങ്ങനെ മണലും ചാക്ക് വെച്ചിട്ട് വെള്ളം കെട്ടിയിട്ട് പെട്ടിയിലാക്കി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്യാണ് ചെയ്തത്. കുറേ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽ ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം മുഖേനയായി വഹ്യ് നൽകി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ നൈൽ നദിയിൽ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ നിന്നെടുത്ത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ അവിടെ നിന്നെടുത്തു. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ. കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് നൈൽ നദിയിൽ നിന്ന് ഒരു കേടുമില്ലാത്ത ജനാസ എടുത്തു. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഹറം ഇബ്രാഹിം എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറൊക്കെ ഉള്ള സ്ഥലം. ആ പെണ്ണുങ്ങളവിടെ വർത്താനം പറയുന്നുണ്ടോ? അവിടെ എല്ലാവർക്കും ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ അല്ലേ? ആ ഇപ്പം ഇല്ല, ഇപ്പം നിർത്തിക്കണം. ആ അത് ശരി, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഹറം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. ഹറം ഇബ്രാഹിം എന്ന് പറയുന്നത് ഇന്ന് രണ്ടവകാശമാണ്. അത് വലിയൊരു പള്ളിയാണ്. ആ പള്ളിയുടെ പകുതി ഭാഗം മുസ്ലിങ്ങളുടെ അടുത്തും പകുതി ഭാഗം ജൂതന്മാരുടെ അടുത്തുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും സാറാ ബീവിയുടെയും ഒക്കെ ഖബറുള്ള സ്ഥലം മുസ്ലിങ്ങളുടെ കൈവശവും, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ ഖബറുള്ള ഭാഗം ജൂതന്മാരുടെയും കൈവശവും ആയിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. അന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല, അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ വർഷത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ അപൂർവമായൊക്കെ തുറക്കാറുണ്ട്. റബീഉൽ അവൽ മാസത്തിലൊക്കെ തുറക്കും, കാണാനുള്ള അവസരമൊക്കെ കൊടുക്കലുണ്ട്. നല്ലൽക്കുള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ പരസ്പരം സഹകരിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരവസ്ഥയൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. എന്തായാലും ഹറം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം മിക്കവാറും അമ്പിയാക്കളൊക്കെ എവിടെയാണ് മരിച്ചത് അവിടെ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കട്ടിലുമേണ്. ആ കട്ടിലിന് മാറ്റിയിട്ട് അവിടെ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാബൈന ഖബരി വ മിമ്പരി എന്ന് പറഞ്ഞത് ആയിഷ ബീവിയുടെ ബെഡ്റൂമിൻ്റെയും മദീനത്തെ പള്ളിയുടെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ്. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ ഒരു മുദരിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പെരേന്ന് പള്ളിയേക്കും പള്ളിക്കുന്ന് പെരേക്കും. സുഫത്തിൻ്റെ അയലുകാർക്ക് ദർസ് നടത്തുന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുദരിസ് നടന്ന സ്ഥലമാണ്. ഇത് വെച്ച് പലപ്പോഴും പറയാറുണ്ട്, പള്ളികളിൽ ദുആക്ക് ഇജാബത്ത് വർദ്ധിക്കുമെന്നാണ് ദർസുണ്ടായാൽ. ഇന്ന് ദർസ് വളരെ അപൂർവമാണ്, അധിക സ്ഥലങ്ങളിലില്ല. ഇവിടെ വന്നപ്പോൾ കുറച്ച് മുത്തഅല്ലിമീങ്ങളെയും മുദരിസിനെയൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി എൻ്റെ ഉമ്മമാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് എല്ലാവരോടും പ്രത്യേകമായി ഉത്ബോധിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. പറ്റെങ്കിൽ നാട്ടേരുട്ടികളൊക്കെ സുബീക്കോ അല്ലെങ്കിൽ മഗ്‌രിബിക്കോ ഒക്കെ ഉള്ളൊരു നാട്ടേരുട്ടികൾക്കുള്ളൊരു ദർസ് ഉണ്ടാക്കുകയും അതിൽക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോവുകയും ചെയ്താൽ വളരെ ഉഷാറാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ, പഴയ തലമുറ തോനൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഴയ ആൾക്കാർക്കൊക്കെ ഇൻ്റെ ഉസ്താദ് എന്നുകൊണ്ടൊരാളുണ്ടാകുമായിരുന്നു എന്നാണ്. പുതിയ തലമുറക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു 22 23 വയസ്സുള്ള ഒരു കുട്ടീനെ വിളിച്ചിട്ട് മോനെ എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ പെരടിയിൽ ഇങ്ങനെ മാന്തു, അങ്ങനെ ആളുണ്ടാവില്ല. അതേ സമയത്ത് ഒരു 70 വയസ്സുള്ള ഒരു 65 വയസ്സുള്ള ഒരാളെ വിളിച്ചിട്ട് വല്യപ്പ ഇങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയും കുന്നത്തള്ളിയിലെ മഹമൂലിയരാണ്. ഉദാഹരണം പറഞ്ഞതാണ്, ഇനി മൂപ്പരെ തിരഞ്ഞെടുക്കണ്ട, അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പഴയ ആൾക്കാർക്ക് ഇൻ്റെ ഉസ്താദ് ഉണ്ടാവും, പുതിയ തലമുറക്ക് ഇൻ്റെ ഉസ്താദ് ഇല്ല. പഴയ തലമുറയിൽ ഏത് കന്നൂട്ടുകാരനാണെങ്കിലും, ഏത് തെങ്ങുമ്മക്കാരൻ ആളാണെങ്കിലും, ഏത് കന്നിനെ നോക്കുന്ന ആളാണെങ്കിലും ഫത്തുൽ മൊയ്യിലൊരു നിസ്കാരത്തിൻ്റെ ബാബും റിയാദുസ്സാലിഹീൻ എന്നൊരു 10 പാഠവും അദ്കി എന്നൊരു 10 ബെയ്ത്തും ഓതാത്ത ഒറ്റ നാടൻ മനുഷ്യനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പഴയ ആൾക്കാരുടെ പ്രത്യേകത. പുതിയ തലമുറക്ക് പഠിപ്പൊക്കെ കുറേ ഉണ്ട്, ആവശ്യത്തിനൊന്നുമില്ല. മയ്യത്ത് കയറിച്ചാൻ തക്ബീർ കെട്ടിയിട്ട് 1 ഫാത്തിഹയാണ് 2 സ്വലാത്താണ് എന്നറിയും, 3ാമത്തത് അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചിലർക്ക് 3ാമത്തും കൂടി അറിയും, 4ാമത്തെ ഇനി എന്താ കാട്ടുക എന്ന് അറിയാത്ത കോലത്തിലാണ്. പഠിക്കായിട്ടല്ല, പഠിച്ചത് ഉപകാരത്തിൽപ്പെടാതെ പോയതിൻ്റെ കാരണം ഇൻ്റെ ഉസ്താദ് ഇല്ലാതായതാണ്. 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിക്കാൻ അവസരമുണ്ടായി. മഹാനായ സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. നമ്മൾ തമ്മ് തെറ്റിയാൽ പിന്നെ ബുഖാരിയിലുണ്ടോയെന്ന് ചോദിക്കുമല്ലോ, മൂപ്പർക്ക് എന്തെങ്കിലും പ്രത്യേകത വേണ്ടേ? വർത്താനം പറഞ്ഞ് തമ്മ് തെറ്റിയാൽ സാധാരണ എന്താ ചോദിക്കുക? ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കും. എന്താ ബുഖാരി ഇമാമിൻ്റെ പ്രത്യേകത? 4000 ഉസ്താദുമാർ എന്നുള്ളത് തന്നെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത. രണ്ടാമത്തത് ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ പിതാവ് ഇസ്മായിൽ എന്ന പേരായ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹുവിനെ ഉമ്മയാണ് നോക്കിയത്. ഉമ്മാൻ്റെ ദുആയാണ് ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത. ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത എന്താ? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ് ഷാഫി ഇമാമിൻ്റെ പേര്. ഇദ്രീസ് എന്ന പേരായ പിതാവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ നോക്കി വളർത്തുന്നത് അവിടുത്തെ ഉമ്മയാണ്, ഉമ്മയുടെ പ്രത്യേകതയാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന് 7ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു എന്നും 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു എന്നും 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയെന്നുമൊക്കെ മഹാനവറുകളുടെ താരീഖിലുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ഒരിക്കൽ തൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഇമാം അവറുകളെ, നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൻ്റെ രഹസ്യം എൻ്റെ ഉമ്മയാണ് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും ഉളു എടുക്കാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്.
മഹാനായ സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. ചരിത്രം പരിശോധിച്ചാൽ എല്ലാ വിജയിച്ച മനുഷ്യന്മാരുടെയും പിന്നിലെ രഹസ്യം ഉമ്മമാരാണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ളതൊരു ഉമ്മ തന്നെയാണ്. അതാണ് ഹാജറ ബീവി എന്ന് പറഞ്ഞ ഉമ്മ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതായിരുന്നു എന്നാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മുദരിസായി. ഉമ്മയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ നോക്കി വളർത്തുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണും. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഗൗസുൽ ആലമിൻ്റെ പിതാവ് ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. ഉമ്മയാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നോക്കുകയും വളർത്തുകയും ചെയ്യുന്നത്. 25 വയസ്സുവരെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉമ്മയിൽ നിന്നു തന്നെയാണ് വിജ്ഞാനം നേടുന്നത്. പിന്നെ ഒരു 25 കൊല്ലം ഇൽമ് തേടി ലോകം കറങ്ങി നടന്നു. 40 വർഷം മഹാനായ ഗൗസുൽ ആലം വഅദ് പറഞ്ഞു. 90 വർഷം വരെ മഹാനവർകൾ ജീവിക്കുകയും ചെയ്തു. ഉമ്മയാണ് ഗൗസുൽ ആലമിൻ്റെ പിന്നിലെ രഹസ്യം. ഇങ്ങനെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ എല്ലാ വിജയിച്ച മനുഷ്യന്മാരുടെയും ബാക്കിൽ ഉമ്മാനെ കാണാൻ പറ്റും. ഉമ്മയുടെ ആഗ്രഹം, ഇവിടെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് സംസമിൻ്റെ രഹസ്യം. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു എന്ന് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാണ്. സംസം എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റും. വെറും ദണ്ണം മാറാൻ മാത്രമല്ല, പെരപ്പണി തുടങ്ങിയിട്ട് കുറേ ആയി, പടച്ചോനെ എൻ്റെ പെരപ്പണി ഒന്ന് തീർത്തരണേ അല്ലാ, സംസം കുടിക്കാം. കടം വീടാൻ വേണ്ടി സംസം കുടിക്കാം. യാത്രയിൽ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി സംസം കുടിക്കാം. വാപ്പാൻ്റെ ദണ്ണം മാറാൻ വേണ്ടി സൗദിയിലുള്ള മകന് അവിടുന്ന് സംസം കുടിക്കാം. കാരണം സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുമെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഉമ്മി ഒരു കുട്ടിയാണ് അതിൻ്റെ പിന്നിൽ, ഒരു വാപ്പി. സത്യത്തിൽ മക്കളുടെ വിജയം എന്ന് പറയുന്നത് തവക്കുലിൻ്റെ വിജയമാണ്, വേറെ ഒന്നിൻ്റെ വിജയമല്ല. കുട്ടികളെ നമുക്ക് എത്രയും നോക്കാൻ കഴിയുക, അതിനൊരു പരിധിയുണ്ട്. മക്കളെ അള്ളാഹുവിൽ ഏൽപ്പിക്കാനാണ് കഴിയുക. അതിന് നമുക്ക് കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് വിജയിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നില്ല എന്നതാണ് വസ്തുത. ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളെ ആ വിഷയം ബോധ്യപ്പെടുത്താം. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ അള്ളാഹുവിൽ ഏൽപ്പിക്കൂല. ഏറ്റവും ചെറിയൊരു ചിന്ത, എൻ്റെ കുട്ടിയൊക്കെ അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ എന്നാണ്. നമ്മളെ സാധാരണ ഒരു നോർമലായ ഒരു ചിന്തയാണ്, ഏതൊരു മനുഷ്യനുണ്ടായേക്കാവുന്ന ഒരു നോർമൽ ചിന്തയാണ്, എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ. ഞമ്മക്കരി വാങ്ങണത് തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടല്ല. എന്നിട്ടല്ല പിന്നെ കുട്ടികളെ കാര്യം. അരിക്കച്ചവടം ഉണ്ടായിട്ടും ഗോഡൗണ് നിറയെ അരി ഉണ്ടായിട്ടും കാര്യമില്ല. തിന്നാനുള്ള തൗഫീക്കില്ലെങ്കിൽ 5-6 മാസമായി അന്നും വെള്ളം ഇറങ്ങാതെ മൂപ്പര് കിടക്കണു എന്ന് നാട്ടുകാർ പറയാന്നല്ലാതെ അരിക്കച്ചവടം ഉണ്ടായി, ഗോഡൗണിൽ നിറയെ അരി ഉണ്ടായി എന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഞമ്മക്കരി വാങ്ങണത് തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടല്ല, അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടാണെങ്കിൽ മക്കൾക്കരി വാങ്ങുന്നത് നമ്മൾ അധ്വാനിച്ചിട്ടല്ല. എന്നാലും ഞമ്മക്ക് ഇങ്ങനെ തോന്നും, എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങാൻ ഞാൻ അധ്വാനിച്ചിട്ട് വേണ്ടേ. ഇതിൻ്റെ അർത്ഥം മക്കളെ അള്ളാഹുവിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 10-22 കൊല്ലം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട് ഓപ്പന്നോട് ചെയ്തത് ഇതാണല്ലോ എന്ന് വാപ്പ. മനസ്സിലായ നിങ്ങൾക്ക്? ഈ സംഗതി മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? 10-22 കൊല്ലം ഞാൻ ഓനെ, ഓൻ്റെ മോനെ 10-22 കൊല്ലം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട്
ഓന് വയസ്സാങ്കാലത്ത് ഇപ്പം എന്നോട് ചെയ്തത് ഇതാണല്ലോ റബ്ബേ, ഓനിജ് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 10-22 കൊല്ലം നോക്കി വളർത്തിയത് ദുന്യാവുന്ന് എന്തോ കിട്ടാനായിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ഇനി ഉദാഹരണമാണെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞുതരാം. ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദെ 3 പെൺകുട്ടികളുണ്ട്, 4ാമത്തത് ആൺകുട്ടിയായിട്ടുണ്ട്, ഓനെ ഹാഫിളാക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഓനെ ഹാഫിളാക്കണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹാഫിളിങ്ങൾക്ക് വിദേശത്തൊക്കെ നല്ല ചാൻസാണ്. അള്ളാനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ഉദാഹരണം ഇഞ്ഞും പറഞ്ഞുതരാം. നമ്മളെ മക്കളെ നമ്മൾ അള്ളാഹു തആലക്ക് ഏൽപ്പിച്ചിട്ടില്ല. മക്കളെ അള്ളാഹുവിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ മക്കളെ കാര്യത്തിൽ വിജയം ഉണ്ടാവൂലാന്ന്. മക്കളുടെ കാര്യത്തിലെ വിജയം തവക്കുലിൻ്റെ വിജയമാണ്. മക്കളെ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ദുആ ഉണ്ട് മക്കൾക്ക് വേണ്ടി വരുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. നിങ്ങളിങ്ങോട്ട് പോന്നാളി, എല്ലാവരും നിങ്ങളെ നോക്കണേ. ഇനി നിങ്ങളവിടെ ഇരുന്നാൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നാ മനസ്സിലായത്. മാഷാ അല്ലാഹ്. ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കൂലേ? അതെ, നിങ്ങളെ നോട്ടം പോയ എൻ്റെ വയറ് പോകും. അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണേ. ഇങ്ങോട്ട് ഇങ്ങനെ നോക്കണം, അപ്പോഴാണ് ഞാൻ അങ്ങനെ പറയാം. നോട്ടമാണ് പ്രധാനപ്പെട്ട ആയുധം. വേറെ ഇവിടെ മാറ്റർ കടലാസൊന്നുമില്ല. ഈ കടലാസ് മൂക്ക് കൊടുക്കണതാണ്, അല്ലാതെ വയറ് വരണതല്ല. നിങ്ങളിങ്ങനെ നോക്കുമ്പോഴാണ് വയറിങ്ങനെ വരിക. നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വയറ് അതിൻ്റെ ഒപ്പം പോകും. എല്ലാവരും ചൊല്ലി, كأسي حوضك للعطش يوم نشر كتابيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا واهلنا إن ضايا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ദുആയുണ്ട് മക്കൾക്ക് വേണ്ടി. റബ്ബി ലാ തുഹ്സിനി ഹീന യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഹ്സിനി, എന്നെ നീ ടെൻഷനാക്കരുതേ, ഹീന യുബ്അസൂൻ, ബീസത്തിൻ്റെ നാളിൽ മഹ്ശറയിൽ നീ എന്നെ ടെൻഷനാക്കരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത്. ഇല്ലാ മൻ, ചില ആളുകൾക്കൊഴികെ, അതല്ലാഹ, അല്ലാഹുവിൻ്റെ അടുക്കൽ അവൻ ചെന്നു, ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയവുമായി, രക്ഷപ്പെട്ട ഹൃദയവുമായി അല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നവനല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ നീ എന്നെ ടെൻഷനാക്കരുതേ റബ്ബേ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ ആയത്തിൽ എന്താ പറഞ്ഞത് നിങ്ങൾ? ആഖിറത്തിൽ മക്കളും മുതലും ഉപകാരമുണ്ടാവൂല എന്നല്ല ഈ ആയത്തിൽ. ഉണ്ടാകും. ആർക്ക്? ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവന്. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ
രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവന് ആഖിറത്തിൽ മുതലുകൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഗുണമുണ്ടാകുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഒറ്റ കാര്യം അറിയേണ്ടതുള്ളൂ, എന്താണ് രക്ഷപ്പെട്ട ഹൃദയം? രക്ഷപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമാണ്. ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ, എനിക്കെൻ്റെ കുട്ടികളുണ്ടല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ അവനെ കുട്ടികൾ നോക്കൂല. എനിക്ക് അല്ലാ ഇജ്ജല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ ഓനോൻ്റെ മക്കൾ നോക്കുന്നതാണ്. 3 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, 5 കുട്ടികൾ ഒരാൾക്ക്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു വലിയ സർജറി വേണ്ടി വരും, ഏകദേശം ഒരു 15 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. വലിയ സർജറിയാണ്, അത് ചെയ്യണം. മൂത്ത മകൻ നാട്ടിൽ ചെറിയ ചായക്കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി. രണ്ടാമത്തോൻ സൗദിയിലാണ്, ഓൻ ലീവിന് വന്നിട്ടുണ്ട്. മൂന്നാമത്തോൻ ഖത്തറിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, നല്ല പൈസയുണ്ട്. ബാപ്പ അങ്ങനെ വിചാരിച്ചു, അൽഹംദുലില്ലാഹ് ഈ സമയത്തായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ആശുപത്രിയിൽ നിൽക്കാൻ രണ്ടാമത്തോൻ ലീവിന് വന്നിട്ടുണ്ട്. പൈസയൊക്കെ മൂത്തോൻ ഖത്തറിലുണ്ട്, ഇളയൻ ഖത്തറിലുണ്ട്. പിന്നെ പെരയത്തെ കാര്യം നോക്കാനല്ലേ മൂത്തോൻ നാട്ടിലുണ്ട്. സുഖമായിട്ട് ആശുപത്രി കിടക്കാം എന്ന് വിചാരിച്ചിട്ട് വാപ്പ അഡ്മിറ്റായി. സർജറി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആശുപത്രിയിൽ നിൽക്കുന്ന രണ്ടാമത്തോന് ഫോൺ എടുത്തിട്ട് മറവ് പോയിട്ട് പെങ്ങളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും, മാളോ കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാൻ. എത്രച്ചിട്ടാ മനുഷ്യൻ ഇവിടെ നിൽക്കണത് എന്ന് ചെവി കൊണ്ട് കേൾക്കണേൻ്റെ മുമ്പ് മൗത്താകൂല. ആരെയും എനിക്കെൻ്റെ കുട്ടികളുണ്ടല്ലോ എന്ന് തോന്നിയാൽ, എനിക്കെൻ്റെ അള്ള മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയാൽ അവൻ്റെ മക്കൾ നോക്കുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും മനുഷ്യനെ അവൻ്റെ മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ അവൻ മക്കളെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. ഇത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ പ്രശ്നമാണ് കേട്ടോ. നമ്മളെ മക്കളെ നമ്മൾ പലപ്പോഴും അള്ളാഹു തആലക്ക് ഏൽപ്പിക്കണില്ല എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ആശയം. അള്ളാഹുവിൽ മക്കളെ ഒരാൾക്ക് എത്രത്തോളം തവക്കുലാക്കാൻ കഴിയുന്നുവോ അത്രത്തോളമാണ് മക്കളുടെ കാര്യത്തിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കുന്ന വിജയം. അതുകൊണ്ട് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. നമ്മൾ ഖുർആൻ മുസാഫ് ഇങ്ങനെ മറിച്ചാൽ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശു അധ്യായം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ, പശു അധ്യായം. പശു അധ്യായത്തിന് എന്തേ പശു അധ്യായം എന്ന് പേരിട്ടാൻ കാരണം, അതിൽ ഒരു പശുവിലേക്കുള്ള ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്, ഒരു പശുവിനെ കുറിച്ചുള്ളൊരു സൂചന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മുമ്പ് ഒരു വാപ്പയും ഒരു ഉമ്മയും ഒരു മകനും ജീവിച്ചിരുന്നു. സ്വാലിഹായ ഒരു പിതാവ്, സ്വാലിഹത്തായ ഒരു മാതാവ്, സ്വാലിഹായ ഒരു കുട്ടിയും. വാപ്പാക്കൊരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ വളർത്തി പാല് കറന്ന് വിറ്റ് അതുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. വാപ്പാക്ക് അസുഖമായി. മകന് പശുവിനും വാപ്പാനും കൂടി ഒരുമിച്ച് നോക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് വാപ്പ എന്ത് ചെയ്തു? പശുവിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് കയറൂരി വിട്ടു. വിടുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ എനിക്കാകുള്ള സമ്പാദ്യം ഈ ഒരു പശുവാണ്, ഈ പശുവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ മകന് എന്നെങ്കിലും ഈ പശുവിനെ നോക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ എത്തുകയാണെങ്കിൽ അന്ന് എൻ്റെ മോന് നീ ഈ പശുവിനെ മടക്കി കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹി് തവക്കുലാക്കിയിട്ട് കാട്ടിക്ക് വിട്ടയച്ചു. വാപ്പ മരിച്ചു.
മോന് ഉമ്മാനെ നോക്കി അങ്ങനെ കഴിഞ്ഞൂടി. ഉമ്മയും രോഗിയാകുകയാണ്. ഉമ്മയും മരണത്തോടടുത്തെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു മോനോട്, മോനെ, എൻ്റെ വാപ്പാക്ക് പണ്ടൊരു പശു ഉണ്ടായിരുന്നു. വാപ്പ മരിക്കാൻ സമയത്ത് എനിക്ക് വാപ്പാനെയും പശുവിനെയും കൂടി നോക്കാൻ കഴിയൂലെന്ന് കരുതിയിട്ട് വാപ്പ ആ പശുവിനെ കാട്ടിൽ കൊണ്ടുപോയി വിടുന്ന സമയത്ത്, പടച്ചോനെ, ഈ പശുവിനെ നിന്നെ ഞാൻ തവക്കുലാക്കുകയാണ്, എന്തെങ്കിലും എൻ്റെ കുട്ടിക്ക് ഈ പശുവിനെ നോക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായാൽ തിരിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാൻ്റെ കുട്ടി കാട്ടിലേക്കൊന്ന് പോകണം, എന്നിട്ട് അതിർത്തിയിൽ നിന്നിങ്ങനെ വിളിച്ചു പറയണം, എൻ്റെ വാപ്പ അള്ളാഹുവിൽ തവക്കുലാക്കി ഈ കാട്ടിലേക്ക് വിട്ടയച്ച പശു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പോരണമെന്ന് വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മോൻ ചെന്ന് കാടിൻ്റെ അടുത്തെത്തിയിട്ട് കാട്ടിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വാപ്പ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ഏൽപ്പിച്ച പശു ഇവിടെ എവിടെ ഉണ്ട്, എൻ്റെ ഒപ്പം പോരണം എന്ന് പറഞ്ഞു. അതിലൊരു പശു ഇറങ്ങി വന്നു. ആ പശുവിനെ അദ്ദേഹം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഒരു പ്രശ്നമുള്ളത്, പശുവിനെ ഉമ്മാനും കൂടി നോക്കണം, രണ്ടും കൂടി നോക്കാൻ വയ്യ. അതിൽ ഉമ്മ പറഞ്ഞു, മോനെ, ഈ പശുവിനെ വിറ്റളാർ. അങ്ങനെ മോൻ ആ പശുവിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ചന്തയിലേക്ക് പുറപ്പെടുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, പശുവിൻ്റെ വിലയൊക്കെ പറഞ്ഞു ഉറപ്പിച്ചാൽ കൊടുക്കണതിൻ്റെ മുമ്പ് ഉമ്മാനോടൊന്ന് വിവരം പറയോണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ആ പശുവിനായിട്ട് അങ്ങനെ പോയി. പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു. ഈ കുട്ടിനോട് ചോദിച്ചു, മോനെ, എൻ്റെ ഈ പശുവിനെ വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആ വിൽക്കാനുള്ളതാണ്. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വില പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു 5000 റുപ്യ എന്ന് പറയാം. 5000 റുപ്യക്ക് എവിടുന്ന് ആ പശുവിനെ കിട്ടാൻ 4 എണ്ണം വേണമെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഒരു ഉദാഹരണമാണ് ഒരു 5000 റുപ്യ. അതിൽ ഇയാൾ ചോദിച്ചു, മോനെ, എനിക്ക് ഞാൻ അതിനൊരു 10000 റുപ്യ തരട്ടെ എന്ന് ചോദിച്ചു. അതിൽ കുട്ടി പറഞ്ഞു, സംഗതി ഒന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മാടം ചോദിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ചോദിച്ചു പോവാന്ന് പറഞ്ഞു. അങ്ങനെ പശുവിൻ്റെ കയറും പിടിച്ചിട്ട് പെരേക്ക് വന്നിട്ട് ഉമ്മാട് ചോദിച്ചു, ഉമ്മ, ഞാൻ പശുവിന് 5000 റുപ്യ വില പറഞ്ഞു, അപ്പം അയാൾ 10000 റുപ്യ തരാമെന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, 5000-ത്തേക്കാൾ വലുതാണല്ലോ 10000, അതുകൊണ്ട് എന്തായാലും കൊടുത്തു പറഞ്ഞു. അങ്ങനെ പശുവിനേറ്റ് ഇങ്ങോട്ട് തന്നെ വന്നു. തിരിച്ച് ആ വളവിലെത്തി നോക്കുമ്പോൾ മൂപ്പര് അവിടെ ഇല്ല. അതിൽ വീണ്ടും മാർക്കറ്റിക്ക് അങ്ങനെ പോയി. കുറേ ദൂരം പോയി അടുത്ത വളവിലെത്തിയപ്പോൾ വേറൊരാൾ അവിടെ നിൽക്കണം. പശുവിനെ കൊടുക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വരണ്ടേ ചോദിച്ചു. 10000 റുപ്യ തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു 15000 റുപ്യ തരട്ടെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, തരുന്നതിനൊന്നും കുഴപ്പമില്ല, എൻ്റെ ഉമ്മാടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് തന്നെ വന്നു. ഉമ്മാട് ചോദിച്ചു, ഉമ്മ, ഇങ്ങനെയൊക്കെ ഉണ്ടായി, 15000 പറഞ്ഞത്, മോനെ 10000-ത്തേക്കാൾ വലുതാണല്ലോ 15000 കൊടുത്തുവിട് പറഞ്ഞു. അങ്ങനെ വീണ്ടും പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, ഇനി ഇതേമാതിരി ഉണ്ടാകുകയാണെങ്കിൽ അയാളോട് ഞാൻ അത് എത്രക്കാ കൊടുക്കേണ്ടതെന്നൊന്ന് ചോദിച്ചു നോക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വന്ന് നോക്കുമ്പോൾ 15000 പറഞ്ഞ ആളെ കാണാനില്ല, സ്ഥലം വിട്ടിട്ടുണ്ട്. മൂപ്പര് വീണ്ടും ചന്തയ്ക്ക് ഇങ്ങനെ പോയി. അടുത്ത വളവിലെത്തിയപ്പോണ്ട് മൂന്നാമത്തെ ഒരാൾ പശുവിനെ കൊടുക്കണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടത് ചോദിച്ചു. 15000 റുപ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു 20000 തരട്ടെ ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ അത് എത്രക്കാ കൊടുക്കണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പം പറഞ്ഞു, മോനെ, തൽക്കാലം ജിപ്പ് ഈ പശുവിനെ കൊടുക്കണ്ട, ഇത് പെരയെ കൊണ്ടുപോയിട്ട് നോക്കി വളർത്തിക്കോ. ഈ പശുവിനെ തന്നെ നിർബന്ധമായും ആവശ്യമായിട്ട് കുറച്ച് ആൾക്കാർ വരും. അങ്ങനെ വരുമ്പോൾ ഓലോട് പറയാ, ഈ പശുവിനാണ് തരണമെങ്കിൽ ഇതിനെ അറുത്ത് അതിൻ്റെ തോല് പൊളിച്ച് ആ തോലിങ്ങനെ നിവർത്തി വെച്ചാൽ അതിലിങ്ങനെ കൂട്ടിടാൻ മാത്രം സ്വർണ്ണ നാണയമാണ് തരികയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മൂപ്പര് അതേറ്റ് നാട്ടിൽ പോയി. പശുവിനെ നല്ല നിലക്ക് നോക്കി വളർത്തി. ഉമ്മയൊക്കെ മരണപ്പെട്ടു. മൂപ്പര് പശുവിനായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വിടുമ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണിയാണ്. ആരാ കൊന്നതെന്ന് ആർക്കും അറിയില്ല. കൊലപാതകം തെളിയണമെന്ന് നിർബന്ധം, കാരണം അത്രയും പ്രധാനപ്പെട്ട ആളാണ്. അവസാനം നാട്ടുകാർ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മൂസേ,
നമ്മളെ നാട്ടിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊലപാതകം നടത്തിയത് ആരാന്നറിയില്ല, എൻ്റെ അടുത്ത് വല്ല വയ്യുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എൻ്റെ അടുത്തൊരു വയ്യുണ്ട്, നിങ്ങളൊരു പശുവിനെ അറക്കണം, എന്നിട്ട് ആ പശുവിൻ്റെ വാല് കൊണ്ട് ഇയാളെണ്ട് അടിച്ചാൽ അയാൾ എഴുന്നേറ്റിട്ട് ഇന്ന ആളാണ് കൊന്നതെന്ന് പറയും, അപ്പം തന്നെ മരിക്കും ചെയ്യും എന്ന് പറഞ്ഞു. അതിൽ ഓര് ചോദിച്ചു, അത് എങ്ങനത്തെ പശുവാന്ന് ചോദിച്ചു. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അതിങ്ങനെ ഇന്ന കളറിലുള്ളൊരു പശുവാണ് പറഞ്ഞു. അതിൽ ഓരിങ്ങനെ തിരഞ്ഞു കാണുന്ന നോക്കുമ്പോൾ ആ കളറിൽ കുറേ പശുക്കളുണ്ട്. അപ്പോൾ ഒരു മൂസാ നബിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മൂസേ ആ കളറിൽ കുറേ പശു ഉണ്ടല്ലോ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു അടയാളം കൂടി പറഞ്ഞോണ്ടോ പറഞ്ഞു. അപ്പോൾ ഒരടയാളം കൂടിയും പറഞ്ഞു, എന്തെങ്കിലും ഒരു നമ്മളൊരു ഉദാഹരണം പറയാം, കൊമ്പുമ്മേ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു നോക്കുമ്പോൾ ആ അടയാളമുള്ള കുറേ എണ്ണം ഉണ്ട്. അപ്പം വീണ്ടും വന്നിട്ട് ചോദിച്ചു, ഒരടയാളം കൂടിയും പറഞ്ഞോണ്ടോ, ഞങ്ങൾക്ക് ഏതാ പശു എന്നറി. അങ്ങനെ പറഞ്ഞ് അവസാനം നിബന്ധനകളൊക്കെ കൂടിയും ഒത്തു വന്ന് നോക്കുമ്പോൾ ആകെ അങ്ങനത്തെ ഒരു പശു മാത്രമേ ഉള്ളൂ, അത് ഈ കുട്ടിയെടുത്തുള്ള പശുവാണ്. അപ്പം കൊടുക്കണമെന്ന് ചോദിച്ചു, കൊടുക്കണം, എന്താ വരണ്ടോ ചോദിച്ചു. അറുത്തിട്ട് തോലിങ്ങനെ നിർത്തി വെച്ചിട്ട് അതിമ്മ കൂട്ടിയിടുന്ന അത്രയും സ്വർണം വേണമെന്ന് പറഞ്ഞു. വാങ്ങല്ലാതെ അവർക്ക് നിർവാഹമില്ല, അതുകൊണ്ട് വാങ്ങി അങ്ങനെ സ്വർണം കൊടുത്തു എന്നാണ് താരീഖ്. ഈ വിഷയത്തിലേക്ക് സൂചന നൽകുന്ന ചെറിയൊരു ഭാഗം, ഈ താരീഖിലേക്ക് സൂചന നൽകുന്ന ചെറിയൊരു ഭാഗം അൽ-ബഖറ സൂറത്തിൽ ഉള്ളത് കൊണ്ടാണ് അൽ-ബഖറ സൂറത്തിന് പശു അധ്യായം എന്ന് പേര് കിട്ടിയത്. ഇവിടെ എന്തേ ശരിക്കും ഉണ്ടായത് വെച്ചാൽ, ഒരു വാപ്പ, സ്വാലിഹായൊരു വാപ്പ മരിക്കാൻ നേരത്ത് തൻ്റെ മകന് ആകെയുള്ള സമ്പത്തൊരു പശുവാണ്, അള്ളാഹുവിൽ തവക്കുലാക്കി എന്നതാണ്. ഈ തവക്കുല് നമ്മളെ മക്കൾക്കും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളവരായി അവർ മാറും. അതുകൊണ്ട് മക്കളെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും വിജയിച്ചത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് അറുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ട് മക്കത്തേക്ക് പിന്നെയും വരികയാണ്. ചായ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം, അതാണ് നിബന്ധന. ചായ കൊടുത്തോളി, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം. കിട്ടും കിട്ടും കിട്ടും, തിരിഞ്ഞു നോക്കണ്ട, കിട്ടും. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണേ തിരിഞ്ഞു നോക്കാതിരിക്കാനാണ്. അപ്പം ഇങ്ങോട്ട് നോക്കുക എല്ലാവരും. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ പാറക്കല്ലിൻ്റെ അടുത്തെത്തി. ഇബ്രാഹിം നബി രണ്ടാമത് പിന്നെ മക്കത്തേക്ക് വരുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലായി വഹയി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും കൂട്ടിയിട്ട് അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി കാട്ടിലേക്ക്. ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞിമോനെ, ഇന്നി അറാഫിൽ മനാമി, സ്വപ്നത്തിലായി അള്ളാഹു എനിക്ക് വഹയി നൽകിയിട്ടുണ്ട്. അന്നി അദ്ബഹുക, തീർച്ചയായും ഞാൻ നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ആ സമയത്ത് മോൻ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പാ, നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ ചെയ്യണം. തീർച്ചയായും എന്നെ നിങ്ങൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിലെത്തിക്കാം എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഞാനീ പറഞ്ഞ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ മനസ്സിലാവുള്ളേ. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പാറൻ്റെ അടുത്തെത്തിയപ്പോൾ പറയാണ്, അള്ളാഹു നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ വഹയി നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറയാണ്, വാപ്പ നിങ്ങൾ അർത്തോളി, ഞാൻ ക്ഷമിച്ചോളാം. ഞമ്മക്ക് ഇന്നിപ്പോൾ ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നൂല. കാരണം എന്താ വെച്ചാൽ എന്നാലും അർത്തിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നമ്മളെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മോനോട് ഈ പറയണത് അറക്കാൻ തന്നെയാണ്, അല്ലാതെ സ്വർഗത്തു നിന്ന് ജിബിരിൽ അലൈഹി ഇസ്ലാം ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നതിൻ്റെ ശേഷമല്ല.
ഞാൻ ക്ഷമിച്ചോളാം, നിങ്ങളെ അർത്തോളി എന്ന് ഉമ്മ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടില്ല. മോനെ, വാപ്പ എന്നോട് കാട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പാറക്കല്ലിൻ്റെ അടുത്ത് എത്തിയാൽ മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അർത്തോളി വാപ്പാന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂണ്ടു. അർക്കൊന്നുമില്ലടാ, കുറച്ച് കഴിയുമ്പോഴത്തിന് ജിബിരിൽ അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ആടിനേറ്റ് വരുന്ന ഉമ്മ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലല്ല ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഇങ്ങനെ പറഞ്ഞത്. പിന്നെന്തുകൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു മറുപടി പറയാൻ കിട്ടി എന്നതിൻ്റെ ഉത്തരം, വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടായപ്പോൾ മകന് മകൻ്റെ ഗുണമുണ്ടായതാണ് എന്നതാണ്. മനസ്സിലാവില്ല, അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. റബീഉൽ അവ്വൽ 12 ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. റബീഉൽ അവ്വൽ 12 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന് കുട്ടി സ്റ്റേജിൽ വന്ന് സമ്മാനം വാങ്ങുമ്പോൾ വാപ്പ സദസ്സിലുണ്ട്. വാപ്പ അടുത്തുള്ള ആളങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ മകനാണത് മൂത്തോൻ, എൻ്റെ മാതിരി തന്നെ പഠിക്കാൻ വളരെ ഉഷാറാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ്. അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിന്ന് ആൾക്കാരെടുത്തുന്ന അടി കിട്ടിയപ്പോൾ വാപ്പ പറഞ്ഞു, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ടാണ് എന്ന്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. ഇതാണ് ഈ പറഞ്ഞത്. ഇപ്പം മനസ്സിലായ നിങ്ങൾക്ക്? ഇഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതൊട്ട് മനസ്സിലാകൂല്ല. അൽ വലതു സിർറു അബിഹീന്നാണ്. മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്നാണ്. വാപ്പയും ഉമ്മയും സ്വകാര്യമായി ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. അൽ വലതു സിർറു അബീഹി, മകൻ പിതാവിൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ്. അതിൽ ഉമ്മയും ഉൾപ്പെടുമെന്നാണ്. മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാണ്. മാതാപിതാക്കൾ സ്വകാര്യത്തിൽ കാണുന്നത് മക്കൾ പരസ്യമായി കാണും. മാതാപിതാക്കൾ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. മാതാപിതാക്കൾ സ്വകാര്യത്തിൽ പറയുന്നത് മക്കൾ പരസ്യമായി പറയും. മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് എങ്ങനെ ഇങ്ങനെ ഒരു മറുപടി പറയാൻ കിട്ടി എന്നതിൻ്റെ ഉത്തരം, വാപ്പാൻ്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകൻ്റെ ഗുണം മകനുണ്ടായതാണ്. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ മകനായ അബ്ദുല്ലാഹി ബിൻ ഉമറിനെയും കൂട്ടി മദീനത്തെ പള്ളിയിൽ വന്നു. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിച്ചു. സഹാബ, കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ അറിയുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അല്ലാഹു വറസൂലു ആലം, ഞങ്ങൾക്കറിയില്ല. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. കൊമ്പും ചുള്ളില്ലാതെ നേരെ എങ്ങനെ പോണ മരം ഈത്തപ്പനയാണ്. സദസ് കഴിഞ്ഞു പോകുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ വാപ്പയായ ഉമർ ബിനുൽ ഖത്താബിനോട് പറഞ്ഞു, ഇപ്പ എനിക്കതിൻ്റെ ഉത്തരം അറിയാഞ്ഞു, ഞാൻ പറയായിട്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ മോനോട് ചോദിച്ചു, എന്തട ചെറുക്കത് പറയാഞ്ഞത്? ആ 4 ആളിടയിൽ നീച്ചെന്നിട്ട് ഇജ്ജത് പറഞ്ഞിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും എൻ്റെ കുപ്പായത്തിൻ്റെ കോളറൊക്കെ വന്നിട്ട് ശരിയാക്കിയിട്ട് കാലുമക്കാലും കയറ്റിയിട്ട് ഒരു ഇരുത്ത് അവിടെ ഇരിക്കാനെന്ന് പറഞ്ഞപ്പോൾ മകൻ വാപ്പാടൊരു മറുപടി പറഞ്ഞു. വാപ്പ, എൻ്റെ പിതാവായ ഉമർ ബിനുൽ ഖത്താബ് മറുപടി പറയാതിരിക്കുന്ന സദസ്സിൽ വെച്ച് മകനായ ഞാൻ അതിന് മറുപടി പറയാൻ പാടില്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു. വാപ്പാൻ്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകൻ്റെ ഗുണം മകനുണ്ടായതാണ്. നമ്മൾ ഏതൊരു മനുഷ്യനെ പറ്റിയും പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കുക? ആദ്യം എൻ്റെ വാപ്പാനെ. ഏത് മനുഷ്യനെ പറ്റി പഠിക്കുമ്പോഴും ആദ്യം വാപ്പാനെയാണ്, പിന്നെ കൂട്ടുകാരനെയാണ് പഠിക്കേണ്ടത്. ഏത് മനുഷ്യനെ പഠിക്കുകയാണെങ്കിലും ആദ്യം വാപ്പാനെയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫളിൽ അവൻ്റെ വാപ്പയാണ്. ഒരാളെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ അവൻ്റെ വാപ്പ ആരാന്ന് ചോദിച്ചപ്പോൾ തലമങ്ങനെ മാന്തിയിട്ട് പറഞ്ഞു,
വാപ്പപ്പാരാന്ന് വലിയ കുറ്റില്ലായിരുന്നു. വാപ്പപ്പാരാന്ന് വലിയ കുറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ ഇഞ്ഞോ എത്ര പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത അവൻ്റെ വാപ്പയാണ്. അതാണ് അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ആ ഹദീസ് നമ്മളെ മണ്ണാർക്കാട് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി എങ്ങനെ വരിക എന്ന് അറിയാം നിങ്ങൾക്ക്? ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണെന്നാണ് അതിൻ്റെ ശരിക്ക് പരിഭാഷ. മണ്ണാർക്കാട് ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ ഇങ്ങനെയാണ്: എൻ്റെ വാപ്പ ആരാന്നറിയാനക്ക് ഇബ്രാഹിം നബിയാണ്, ആലോചിച്ച് കളിച്ചോണ്ടിട്ടോ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള മലയാളത്തിലുള്ള അർത്ഥം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫള് ആരാണ് അവൻ്റെ പിതാവ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഗുണമാണ് മക്കൾക്കുണ്ടാകുക, പ്രത്യേകിച്ച് സ്വഭാവം. മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. ഈ സ്വഭാവം പരീക്ഷ എഴുതിയാൽ പാസ്സാകുന്ന സാധനമല്ല എന്നാണ്. അഖ്ലാഖിൻ്റെ പരീക്ഷയ്ക്ക് 100 മാർക്ക് ഉള്ളതുകൊണ്ട് സ്വഭാവം മാറില്ല. സ്വഭാവം കണ്ട് പഠിക്കുന്നതാണ്. ഉമ്മയെ കണ്ട് വാപ്പയെ കണ്ട് മാത്രമേ സ്വഭാവം പഠിക്കുകയുള്ളൂ എന്നാണ്. 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടി, 4ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, തൊട്ടടുത്തിരിക്കുന്ന കുട്ടിനെ 4 കാലും വാലും ഉള്ള ചോന്ന സാധനത്തിൻ്റെ പേര് വിളിച്ചാൽ വാപ്പമ്മനെ വിളിക്കണത് കേട്ടതാന്ന് ഉറപ്പാണ്. അങ്ങനെയല്ലാതെ സ്വഭാവം പഠിയില്ല. സ്വഭാവം മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത്, അത് കണ്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്ന്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫളിൽ പിതാവാണ്. രണ്ടാമത്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബന്ധം കൂട്ടുകാരനാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രധാനമായും ചെയ്തു കൊടുക്കേണ്ടത് 2 കാര്യങ്ങളാണെന്നാണ്. ഒന്ന്, നല്ല ഒരു ഗുരുനാഥനുമായി ബന്ധമുണ്ടാക്കി കൊടുക്കുക, നല്ലൊരു ഉസ്താദുമായി ബന്ധം ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത്തെ, നല്ല ഒരു കൂട്ടുകാരനുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കി കൊടുക്കുക. മക്കളുടെ കൂട്ടുകെട്ട് നല്ലോണം ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകാർ മാത്രമേ ഉണ്ടാകാൻ പറ്റൂ. പരിചയക്കാർ എത്ര ഉണ്ടായാലും കുഴപ്പമില്ല, പരിചയക്കാരും കൂട്ടുകാരും രണ്ടാണ്. പരിചയക്കാർ വേറെയാണ്, നാട്ടുകാർ മൊത്തം പരിചയക്കാരായതിന് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ എന്ന് പറയുന്നത് നല്ലവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. നമ്മളിപ്പോൾ മോൾക്കൊരു കല്യാണം ആലോചിക്കാമെന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു. മോൾക്കൊരു കല്യാണം വന്നാൽ ആദ്യം എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടപ്പോൾ ഞാനീ പറയണേ, അല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാനീ പറയണേ? ഉണ്ടെങ്കിൽ ഒന്ന് തലാട്ടലും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടപ്പോൾ ഞാനീ പറയണേ? ഉണ്ട്. ശ്രദ്ധിക്കണമെങ്കിൽ വെറുതെ സമയം കളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചായ കിട്ടും, അതിൻ്റെ സമയമാകുമ്പോൾ കിട്ടും, അത് കരുതിയിട്ട് ടെൻഷൻ ആവണ്ട. അത് സമയം ചൂടിപ്പോൾ എന്തായാലും ആറിയിട്ടുണ്ടാവും. അത് പിന്നെ ഏതായാലും ചൂടുള്ളത് ഇനി എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. ചൂടാറിയത് കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ എന്തായാലും. പിന്നെ ആ കൊടുക്കലേര് ഒന്നുകൂടി സ്പീഡിൽ കൊടുത്താലേ നമുക്കത് വേഗാണ്ട് ബക്കറ്റ് വീഡിയോ നടത്തണ്ടേ നമുക്ക്? അതും കൂടി ഏതായാലും ഇതിൻ്റെ ഒപ്പം പിരിക്കുക. ഏതായാലും പച്ചപ്പാടാണ്. എവിടെ ആ ബക്കറ്റ് വീഡിയോ അതിൻ്റെ ഒപ്പം പിരിച്ചോളി. വില സംഘാടകർ ബക്കറ്റ് ഏറ്റ് വരും. ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായി എല്ലാവരും സഹായിക്കുക. മൈക്കക്കാരുണ്ട്, ക്യാമറക്കാരനുണ്ട്, സാലിം പൈസയുണ്ട്. അപ്പം അതിനൊക്കെ അനുസരിച്ച് കാര്യമായിട്ട് എല്ലാവരും ബക്കറ്റ് ഏറ്റ് വരുമ്പോൾ അതിലേക്ക് സഹായിച്ചു കൊടുക്കുക. പിരിച്ചോളി. മുഅ്മിനീങ്ങളെ, ഉദാഹരണം, മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിച്ചാലേ പോയി നടക്കുള്ളൂ. വിചാരിക്കുന്നുണ്ടോ? വിചാരിച്ചു. മോൾക്കൊരു കല്യാണം വന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യാന്നറിയോ? ആരോടും അന്വേഷിക്കണതിൻ്റെ മുന്നേ ഓലെടുത്തുള്ള നിസ്കാര പള്ളികൾക്ക് ഒരു ദിവസം അസർ നിസ്കരിക്കാൻ പോകും. അതാണ് ആദ്യം ചെയ്യാം.
അങ്ങനെ ആ പേരൻ്റെ അടുത്തുള്ള ആ ചെറിയ നിസ്കാര പള്ളിയിൽ ചെന്ന് അസർ നിസ്കരിക്കാൻ കൂടിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ചായപ്പീടിക്ക് ചായ കുടിക്കാൻ പോകും. അങ്ങനെ ഒരു മധുരമില്ലാത്ത ചായയും ഒരു നെയ്യപ്പം കടിയും പറഞ്ഞിട്ട് അത് തിന്നിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓരോട് ചോദിക്കും, നമ്മളാ സുലൈമാനാജിൻ്റെ മൂത്ത മകൻ അബ്ദുറഹ്മാനെ പറ്റി എന്താ അഭിപ്രായം? പേരുകളൊക്കെ സാങ്കല്പിക്കണം കേട്ടോ. അങ്ങനെ ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിനെ സ്വീപ്പാക്കാൻ നിൽക്കരുത്. നമ്മളാ അബ്ദുറഹ്മാനാജിയുടെ മൂത്ത മകൻ അല്ല സുലൈമാനാജിയുടെ മൂത്ത മകൻ അബ്ദുറഹ്മാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പം ആ കൂടിയ ആൾക്കാർ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, വളരെ ഉഷാറാണ്, നല്ലോനാണ്, കുടുംബം നോക്കാനൊക്കെ പറ്റും, ഓൻ്റെ പേരക്കാരും ഒന്നും തരക്കടില്ല, ഒക്കെ ഉഷാറാണ്. ഓൻ്റെ ചെങ്ങായിമാരൊക്കെ ഒരു കോച്ചറായിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായിയാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. അതുകൊണ്ട് പരിചയക്കാർ എത്ര ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. കൂട്ടുകാർ നല്ലവർ മാത്രമേ ആകാവൂ. ചീത്ത കൂട്ടുകെട്ട് മനുഷ്യനെ ചീത്തനാക്കും, നല്ല കൂട്ടുകെട്ട് മനുഷ്യനെ നന്നാക്കും. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി ഷഫീഉനാ റസൂലുള്ളാഹി. നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം കസ്തൂരിവാഹകനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയും ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ ഈ സദസ്സിൽ പറഞ്ഞാൽ മാത്രമേ നമ്മളെ കുടുംബസംഗമം ഒരു ഫലപ്രദമായ കുടുംബസംഗമാവാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്തേപ്പത് ഇങ്ങനെയൊക്കെ ആയി? ഇന്ന് പുതിയ തലമുറ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹത്തോട് താല്പര്യം കുറഞ്ഞവരായി വരികയാണ്. പെൺകുട്ടികളൊക്കെ എന്നെ കെട്ടിച്ചണ്ടെന്നാണ്. ആരും എന്നെ കെട്ടിക്കണം എന്ന് പറഞ്ഞത് എത്ര വയസ്സായാലും പറയണില്ല. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നു. രണ്ടു കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് അറിയാതെ പോയതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, വിവാഹം സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് ആരോ അവരെ പറഞ്ഞു പഠിപ്പിച്ചതാണ് രണ്ടാമത്തെ കാരണം. ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് പറയാം. ഇസ്ലാമിൽ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാദത്താണ്. ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമാകും, ചില സന്ദർഭങ്ങളിൽ അത് സുന്നത്താകും, ചില സന്ദർഭങ്ങളിൽ ഹലാലുമാകും. അപൂർവമായി ചില സന്ദർഭങ്ങളിൽ വിവാഹം ഹറാമുമാവും. അപ്പോൾ കുട്ടികളെ, ആ ബാക്കിലുള്ള വലിയ കുട്ടികളെ, നിങ്ങളെ ഒച്ച അങ്ങോട്ട് മൈക്കേ കൂടെ കേൾക്കുന്നുണ്ട്, ഉണ്ടായിരിക്കും. നിങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ പറയണത്. പെണ്ണിട്ടൽ പ്രേമിച്ചിട്ടല്ല വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, പുതിയ തലമുറക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നു. ആൺകുട്ടികൾക്കല്ല, പെൺകുട്ടികൾക്ക് അധികവും അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, ഇസ്ലാമിൽ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് അറിയാതെ പോയതാണ്. ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാദത്താണ്. ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമാകും, ചില സന്ദർഭങ്ങളിൽ ജായിസാകും, ചില സമയത്ത് സുന്നത്താകും, ചിലപ്പോൾ ഹറാമുമാകും. നിർബന്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട്, അത് തൽക്കാലം പറയണില്ല. നാളെ തന്നെ പെണ്ണെട്ടണം എന്നുള്ള ഒരു വജ് സ്വീകരിച്ചാലോ എന്ന് കരുതിയിട്ട് തൽക്കാലം പറയണില്ല. പൊതുവെ പറയുകയാണെങ്കിൽ വിവാഹം എന്നത് സുന്നത്താണ്, അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ചില സന്ദർഭങ്ങളിൽ ഹലാലാകും. ഒന്ന് സുന്നത്താണ്, ആവശ്യമുള്ളവർക്ക് 3 കൂടിയും ഹലാലാവും. 4 സുന്നത്തല്ല കേട്ടോ, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചണോന്ന് എനിക്കറിയില്ല. 1 സുന്നത്ത്, 3 ഹലാല്,
അങ്ങനെ 4 5-ാമത്തേത് ഹറാമുമാവും. നിർബന്ധമായത് സ്ഥലം ഞാൻ പറഞ്ഞിട്ടില്ല, അത് മനഃപൂർവ്വം ഒഴിവാക്കി വെച്ചു. പൊതുവെ പറയുമ്പോൾ വിവാഹം സുന്നത്ത്. ഹലാലാകുന്നത് ഒരു വിവാഹം കഴിഞ്ഞാൽ പിന്നീടുള്ള വിവാഹങ്ങൾ ഹലാലാവും, 5-ാമത്തെ വിവാഹം ഹറാമുമാവും. ഇങ്ങനെയാണ്. അപ്പോൾ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നതിൽ ഈസാ നബി അലൈഹിസ്സലാം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ള ഇബാദത്ത്, അതാണ് വിവാഹത്തിൻ്റെ പ്രത്യേകത. വിവാഹം കഴിച്ചാൽ എന്താ ഗുണം? മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അവൻ നാളെ മഹ്ശറിൽ വരുമ്പോൾ രാജാവിൻ്റേത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്നാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം പ്രതിഫലമുള്ള സുന്നത്തായ ഇബാദത്തായിട്ട് വിവാഹത്തെ കാണുക. ഉംറ ഇബാദത്തായതുകൊണ്ട് വള വിറ്റിട്ട് ഉംറക്ക് പോകും. കാരണം എന്തേ? ഉംറയെ ഒരു ഇബാദത്തായി കാണുന്നു. നിക്കാഹിനോട് താല്പര്യമില്ല. എന്തേ കാരണം? നിക്കാഹ് ഇബാദത്തായി കണ്ടില്ല എന്നതാണ് കാരണം. അപ്പോൾ ഇതാണ് 1-ാമത്തെ കാരണം. 2-ാമത്തെ കാരണം, വിവാഹം എന്നത് സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന ഒരു തോന്നലുണ്ടായി എന്നതോ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് ശീലിച്ചു, ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു എന്നതോ ആണ്. യഥാർത്ഥത്തിൽ വിവാഹം എന്നത് സ്വാതന്ത്ര്യത്തിന് എതിരല്ല. വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കലാണ്. ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്ന ധാരാളം ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വിവാഹം എന്നത് സ്വാതന്ത്ര്യത്തിനെതിരാണ്, അതിനാൽ വിവാഹം വേണ്ട എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചപ്പാട് ഏറ്റവും വലിയ കാര്യം സ്വാതന്ത്ര്യമാണെന്നാണ്. സത്യത്തിൽ ഏറ്റവും വലിയ കാര്യം സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് ചിലതുണ്ട്. ഉദാഹരണം പറയാം. നമ്മളൊരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വണ്ടി റോട്ടിലൂടെ നമ്മളിങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഒരു സൈഡിലൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. മറ്റേ സൈഡിൽ കൂടെ എതിരെ വരുന്ന വണ്ടികളാണ് ഓടിക്കേണ്ടത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്, ഞമ്മക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈഡിൽ കൂടെ അല്ലാതെ ഓടിച്ചാൽ ജീവൻ നഷ്ടപ്പെടും. ഇവിടെ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ചില സന്ദർഭങ്ങളിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ആളുകളുടെ ജീവനാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനൊരു കാര്യം മനസ്സിലാവും, സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് ചില കാര്യങ്ങളുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാവും. എങ്കിൽ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ ചില കാര്യങ്ങളുണ്ട് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് വിവാഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹം എന്ന് പറയുന്നത് നാളെ ആഖിറത്തിലെ ജീവിതം ഭാര്യയും ഭർത്താവും ഇണകളായിട്ടാണ് എന്നതിനാൽ അതിനുവേണ്ടി ദുനിയാവിൽ നിന്നു തന്നെ തയ്യാറെടുക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. അത് തെരഞ്ഞെടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്വർഗത്തിലെ ഇണയെയാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്നത്. സ്വർഗത്തിൽ എല്ലാ മനുഷ്യനും ഇണയായിട്ടാണ് ജീവിക്കുന്നതെന്ന് സൂറത്ത് യാസീനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും മരത്തിൻ്റെ താഴ്ഭാഗത്ത് കട്ടിലിന്മേൽ ചെരിഞ്ഞിരിക്കുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. സ്വർഗത്തിലാണ് സർവത്ര സ്വാതന്ത്ര്യമുള്ളത്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടായിരിക്കണം. ആ നിബന്ധനയാണ് വിവാഹത്തിൽ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ് എന്ന കാഴ്ചപ്പാടുള്ളതിനാൽ സ്വർഗത്തിൽ ഇണയാകാൻ പറ്റുന്നവരെ തെരഞ്ഞെടുക്കുകയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിൽ വേണ്ടത്. അതുകൊണ്ടാണ്
വിവാഹം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പ്രണയിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എന്താ കാരണം? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമേ പറയുന്നുള്ളൂ. ഹറാമിൽ നിന്ന് തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുകയുള്ളൂ എന്ന ഹദീസാണ് പ്രധാനപ്പെട്ട ഒന്നാം കാരണം. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ വളർന്നുണ്ടായത്, ഹറാമിൽ വികസിച്ചത്, ഹറാമിൽ നട്ടുപിടിച്ചത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിലെ അവസാനിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഞാനീ പറയണത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ഞാനത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേരെങ്കിലും ആലോചിക്കുക, കിട്ടിയത് ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നാണ്. അതിന് മറുപടി ആദ്യം പറയാം, എന്നാലും നിങ്ങൾക്ക് ഈ വിഷയം ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതിനുള്ള മറുപടി ആകെ ഒരു മറുപടിയേ ഉള്ളൂ. അതിപ്പോൾ ഇനി ഈ കാര്യം എന്നല്ല, ഒരാൾ കുറേ കാലം കള്ളുടിച്ചു, ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചാലും മറുപടി തന്നെയാണ്. ഒരാൾ കുറേ പലിശക്ക് പൈസ വാങ്ങി, ആരുതൊക്കെ വാങ്ങിയത് എവിടെ നിന്നൊക്കെ വാങ്ങിയതെന്ന് അറിയില്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അങ്ങനെ എന്ത് ചോദിച്ചാൽ, ഒരാൾ കുറേ ഗീബത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഒരാൾ കുറേ നുണ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അങ്ങനെയൊക്കെ ചോദിക്കണേന് ആകെ ഒരു മറുപടിയേ ഉള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളി രണ്ടാളും എന്നേ അതിന് മറുപടി ഉള്ളൂ. വേറെ മറുപടി അതിനില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ മറുപടി ഞാൻ ആദ്യം തന്നെയാണ് പറഞ്ഞിട്ട്, ഇഞ്ഞെങ്കിലും ഞാൻ ഈ പറഞ്ഞങ്ങളൊന്നും ശ്രദ്ധിക്കണം. പ്രണയവിവാഹം ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമുണ്ട്. അതെന്താ? നബി തങ്ങൾ പറഞ്ഞത് വഹയിൻ്റെ ഇൽമാണ്. വഹയിൻ്റെ ഇൽമ എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനത്തേക്കാൾ വലുതാണ്. സാലിം ഫൈസി എന്ന് പറയുന്ന ആൾ മല്ലിയിൽ മഹല്ല് കുടുംബസംഗമത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവരും കണ്ട് മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിനേക്കാൾ ഉറപ്പുള്ള ഇൽമാണ് വഹി. ഇൻ്റെ കയ്യമ്മ 5 വിരല, 1, 2, 3, 4, 5. ഇൻ്റെ കയ്യമ്മ 5 വിരലാണ് എന്നതിനേക്കാൾ ഉറപ്പുള്ള ഇൽമാണ് വഹിയിൻ്റെ ഇൽമ്. ആ വഹിയിൻ്റെ ഇൽമിൽ ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകും, അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ മറുപടി ഹറാം എന്താണെന്ന് മനസ്സിലായില്ല എന്നതാണ് കാരണം. ആ ആൾക്ക് ഹറാം എന്താണെന്ന് മനസ്സിലാവാത്തതാണ് പ്രശ്നം. വ്യഭിചാരം എന്ന് പറയുന്നത് ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല, ഹദീസിൽ തന്നെ നസ്സായി പറഞ്ഞിട്ടുണ്ട്. അൽ യദാനി സിനാഹുമാൽ ബത്ഷു അൽ റിജ്ലാനി സിനാഹുമാ അൽ മശ്യു അൽ ഐനാനി സിനാഹുമാ അൻ നളറു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാകുന്നു, കയ്യിൻ്റെ വ്യഭിചാരം തൊടലാകുന്നു, കാലിൻ്റെ വ്യഭിചാരം നടത്തമാകുന്നു, നാവിൻ്റെ വ്യഭിചാരം സംസാരമാകുന്നു. വ്യഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല. കാണലും നോക്കലും രണ്ടാണ്. കാണൽ ഹറാമല്ല, നോക്കൽ വ്യഭിചാരമാണ്. 9:35 തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, അത് കാണലാണ്. ചൊവ്വാഴ്ച വീണ്ടും സ്കൂളിൽ പോകാൻ വേണ്ടി 9:35 ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. ബുധനാഴ്ച വീണ്ടും 9:35 സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. വ്യാഴാഴ്ച 9:35
കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ ഹറാമാകുന്നു. വ്യഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല. അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രേമിച്ച് കല്യാണം കഴിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പ്രേമിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യരുത്, പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുകയും ചെയ്യരുത്. കാരണം ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു എന്നുള്ള എന്നെ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമതൊരു കാര്യം കൂടിയും പറഞ്ഞാലേ ഈ കുടുംബസംഗമം ശരിയാവുള്ളൂ. അതെന്താ വെച്ചാൽ 5 പ്രധാനപ്പെട്ട സംരക്ഷണങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് നൽകണം. 5 പ്രധാനപ്പെട്ട സംരക്ഷണം. 1 അവരുടെ ഈമാൻ്റെ സംരക്ഷണമാണ്. 2 അവരുടെ ഇൽമിൻ്റെ സംരക്ഷണമാണ്. 3 അവരുടെ ബുദ്ധിയുടെയും സ്വഭാവത്തിൻ്റെയും സംരക്ഷണമാണ്. 4 അഭിമാനത്തിൻ്റെ സംരക്ഷണമാണ്. 5 സമ്പത്തിൻ്റെ സംരക്ഷണമാണ്. 5 കൂടി ഞാൻ പറയണില്ല, 1 മാത്രമാണ് പറയണത്. ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളുടെ ശരീരം സംരക്ഷിക്കണം. ശരീരം സംരക്ഷിക്കാൻ എന്താ വേണ്ടത്? ഒറ്റ കാര്യം ചെയ്താൽ മതി. ശരീരം സംരക്ഷിക്കാൻ വൃത്തി മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാകും. സ്വഭാവം സംരക്ഷിക്കാൻ, ശരീരം സംരക്ഷിക്കാൻ. ശരീര സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നളാഫത്താണ്, വൃത്തിയാണ്. കുട്ടികൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയാവും. കുട്ടികൾ പൊതുവെ വൃത്തിയുള്ളവരായി മാറും. ആഴ്ചയിൽ ചുരുങ്ങിയത് 3 തവണയെങ്കിലും ചെരുപ്പ് തേച്ചേകി കൊടുത്താൽ കുട്ടികൾ വൃത്തിയുള്ളവരാവും. ആദ്യം നമ്മൾ കഴുകണം, എന്നാലല്ലേ കുട്ടിയൊക്കെ കഴുകി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആഴ്ചയിൽ ചുരുങ്ങിയത് 3 തവണയെങ്കിലും സോപ്പിട്ടിട്ട് ചെരുപ്പ് തേച്ച് കഴുകിയാൽ ആൾ വൃത്തിയുള്ള മനുഷ്യനാവും. 3 എന്ന് ഞാൻ പറഞ്ഞതാണ്, 7 എന്ന് പറയാൻ പൂതില്ലായിട്ടല്ല. ശരിക്കും പറയേണ്ടത് 7 തന്നെയാണ്. ആഴ്ചയിൽ 7 ദിവസം എന്നാണ്. 3 എന്ന് ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞതാണ്. പീടിയിൽ ചെരുപ്പ് വാങ്ങിക്കൊടുന്ന അന്ന് വെള്ളം കണ്ടിട്ട് പിന്നെ വാറ് പൊട്ടിയിട്ട് വലിച്ചെറിയുമ്പോൾ വെള്ളം കാണണമൊക്കെ ഉണ്ടാവും. പ്രശ്നം തന്നെയാണ്. മഴ പെയ്യണോണ്ട് ഇടക്കിടക്ക് കാണുന്നുണ്ട് എന്നുള്ളത് അതിൽപ്പെട്ടതല്ല. ചെരുപ്പ് വൃത്തിയുണ്ടായാൽ കാല് വൃത്തിയുണ്ടാവും, കാല് വൃത്തിയുണ്ടായാൽ ശരീരം വൃത്തിയുണ്ടാവും. അതാണ് ചെരുപ്പ് പറയാനുള്ള കാരണം. ചെരുപ്പ് വൃത്തിയായാൽ വൃത്തിയില്ലാത്ത കാലായ്മ ഇടാൻ കഴിയൂല. അപ്പോൾ കാല് ഓട്ടോമാറ്റിക്കായിട്ട് വൃത്തിയാവും. കാല് വൃത്തിയായാൽ ശരീരം വൃത്തിയായിരിക്കും. അതുകൊണ്ടാണ് ചെരുപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം നമ്മളും എന്ത് വേണം? ചുരുങ്ങിയത് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും സോപ്പിട്ടിട്ട് ചെരുപ്പ് കഴുകണം. മക്കൾക്ക് അതുപോലെ കഴുകി കൊടുത്ത് പരിശീലിക്കുകയും വേണം. വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സംരക്ഷണമായി. പിരാന്തന്മാർക്ക് വരെ ചെയ്തു കൊടുക്കേണ്ടത് ആകെ 2 കാര്യമുള്ളൂ എന്നാണ്. പിരാന്തന് വരെ ആകെ 2 കാര്യം ചെയ്തു കൊടുക്കേണ്ടുള്ളൂ. 1 വൃത്തിയാക്കി കൊടുക്കുക, 2 കൃത്യമായി മരുന്ന് കൊടുക്കുക. മരുന്ന് കൃത്യസമയത്ത് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, 2 വൃത്തി പരിശീലിപ്പിച്ചു കൊടുക്കുക. 2 കാര്യം. അപ്പോൾ 1 അതാണ്. 2 ബുദ്ധിയുടെ പരിപാലനമാണ്. ബുദ്ധിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ ബുദ്ധി കേടുവരുന്നതും ബുദ്ധി വളരുന്നതുമായ കുറേ കാര്യങ്ങളുണ്ട്. ബുദ്ധിയെ വളർത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ. ശരിക്ക് 6 തവണയാണ് ഒരു ദിവസം പല്ലേക്കേണ്ടതെന്നാണ് ശരിയായ കണക്ക്. ഒരു ദിവസത്തിൽ 6 തവണ പല്ല് തേക്കണം എന്നാണ്. 5 നിസ്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. അതാണ് 6. ഇനി അതില്ലെങ്കിൽ 2 തവണ എന്തായാലും പല്ലേക്കണം. 1 ഉറങ്ങുന്ന സമയത്തും 1 ഉണരുന്ന സമയത്തും. മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞതിൽ നാവ് വൃത്തിയാക്കൽ ഉൾപ്പെടും. അസിവാക്കു എന്നുള്ളതിൽ മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞതിൽ പല്ല് മാത്രമല്ല. അല്ലെങ്കിലും വായനാറ്റത്തിൻ്റെ കാരണം പല്ലല്ല, നാവാണ്. വായനാറ്റത്തിൻ്റെ കാരണം പല്ല് ആയേക്കും ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ 50 വയസ്സിൻ്റെ മേലുള്ളവർക്ക്. പല്ലിന് ഓട്ടൊക്കെ വന്ന് പൊത്തൊക്കെ ഉണ്ടായി
അതിൻ്റെ ഉള്ളിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇരുന്നാൽ വായനാറ്റം ഉണ്ടായേക്കാം. പക്ഷേ ആ വാസന അസഹ്യമായിരിക്കില്ല. അസഹ്യമായ വായനാറ്റത്തിൻ്റെ കാരണം പല്ലല്ല, നാവാണ്. മനുഷ്യൻ്റെ നാവിൻ്റെ അടിസ്ഥാന കളറ് ചോപ്പാണ്. അതിൽ വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ കാണപ്പെടുന്നത് ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന ചില ഉഷ്ണജീവികളാണ്. ആ ജീവികൾ പുറത്തേക്ക് വിടുന്ന വാതകങ്ങളാണ് വായനാറ്റമായി അനുഭവപ്പെടുന്നത്. അതിനാൽ നാവ് വൃത്തിയാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ ഉണരുന്ന സമയത്തും രാത്രി ഉറങ്ങുന്ന സമയത്തും പല്ല് തേക്കാൻ, നാവ് വൃത്തിയാക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കൽ ബുദ്ധിവികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ മുത്തഅല്ലിമീങ്ങളോട് 6 തവണ പല്ല് തേക്കാൻ വേണ്ടി നിർദ്ദേശിക്കൽ ഉണ്ടായിരുന്നു. ബുദ്ധിവികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോശപ്പെട്ട സംസാരങ്ങൾ നടത്താതിരിക്കുക എന്നത് ബുദ്ധിവികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോശപ്പെട്ട വെടക്കായ വർത്തമാനം, അരക്കെന്ന് കീഴ്പോട്ടുള്ള വർത്തമാനം പറഞ്ഞാൽ ബുദ്ധിവികാസം കുറയുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മോശപ്പെട്ട സംസാരങ്ങൾ നടത്താതിരിക്കുക എന്നത് ബുദ്ധിവികാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വയറ്, ആമാശയം അമിതമായി നിറക്കാതിരിക്കുക എന്നത് ബുദ്ധിവികാസത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നു. വയറ് കാലിയായവരിൽ നിന്നു മാത്രമേ ലോകത്ത് വിപ്ലവാത്മകമായ രചനകൾ നടന്നിട്ടുള്ളൂ എന്നതാണ്. വയറ് നിറഞ്ഞ ആളുകളിൽ നിന്ന് ലോകത്ത് ഒരു വിപ്ലവവും നടന്നിട്ടില്ല എന്നത് മഹത്തുക്കളായ മുൻഗാമികളെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് കഴിക്കണം, അനാവശ്യത്തിന് കഴിക്കാതിരിക്കണം. ലാവിശായ ഭക്ഷണ രീതി അനുവദിക്കപ്പെട്ട ലഹരിയായി ഇന്ന് നമുക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട്. സൽക്കാരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സൽക്കാരം എപ്പോഴും നന്നായിട്ട് നടത്തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനം വലിയ പൈസക്കാരും കല്യാണത്തിന് ബിസ്ക്കറ്റും ചായ ആക്കിക്കുക. അത് നല്ല ഭക്ഷണം തന്നെ കൊടുക്കണം. സൽക്കാരം എപ്പോഴും ഉഷാറായിരിക്കണം. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ആവശ്യമില്ലാതെ കുറേ ഉണ്ടാക്കിങ്ങാണ്ട് തോട്ട് കൊണ്ടുപോയി കൊട്ടുന്നതിനെ കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അമിതവ്യയം എന്ന് പറയുന്നത്. അല്ലാതെ ഭക്ഷണം നല്ലതുണ്ടാക്കി സൽക്കരിക്കുന്നതിനെ കുറിച്ചല്ല. അതൊരു തെറ്റിദ്ധാരണ വന്നതാണ് ആർക്കോ. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം, അനാവശ്യത്തിന് കഴിക്കാതിരിക്കണം. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നതാണ് നിയമം. എന്നാൽ എപ്പോഴാണ് വിശക്കുക, എപ്പോഴാണ് ദാഹിക്കുക എന്നതിന് വേറൊരു നിയമമുണ്ട്. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്. അത് ശരിയാണ്. എപ്പോഴാണ് വിശക്കുക അതിനൊരു സമയമുണ്ട്, എപ്പോഴാണ് ദാഹിക്കുക അതിനൊരു സമയമുണ്ട്. എപ്പോഴാണ് വിശക്കുക? രാവിലെ 7 മണിയുടെയും 9 മണിയുടെയും ഇടയിലാണ് ശരാശരി വിശപ്പിൻ്റെ സമയം. ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും, ബുദ്ധിയെ ബാധിക്കും. ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് നമ്മൾ നാസ്ത എന്ന് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് വിശപ്പിൻ്റെ സമയമാണ്. ദാഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണിയുടെയും 6 മണിയുടെയും ഇടയിലാണ് ദാഹത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയം. അതുകൊണ്ട് ഈ 2 സമയം വളരെ പ്രധാനമാണ്. രാവിലെ ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരം 1 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുകയും, ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട് സമയം. ഉറക്കത്തിന് സമയമുണ്ട്. രാത്രി 9 മണിയുടെയും പുലർച്ചെ 3 മണിയുടെയും ഇടയിലാണ് ഉറക്കത്തിൻ്റെ സമയം. രാവിലെ 9 മണിയുടെയും പുലർച്ചെ 3 മണിയുടെയും ഇടയിൽ. ആ സമയം മുഴുവനായും ഉറങ്ങുകയോ ഭാഗികമായി ഉറങ്ങുകയോ വേണം. ഉറങ്ങേണ്ട സമയം അപ്പോഴാണ് 9 മണിയുടെയും 3 മണിയുടെയും. 3 മണി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണ്ട, 9 മണിയുടെ മുമ്പ് ഉറങ്ങണ്ട. ഈ സമയത്ത് ഉറക്കം കുറഞ്ഞവർക്ക്
വേണമെങ്കിൽ ളുഹറിൻ്റെ മുമ്പായി അല്പസമയം ഉറങ്ങാവുന്നതാണ്. അപ്പോൾ ഉറക്കത്തിന് സമയമുണ്ട്, ഭക്ഷണത്തിന് സമയമുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കുന്ന ആളുകൾക്ക് ബുദ്ധിവികാസം ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ബുദ്ധിയെ സംരക്ഷിക്കാൻ ലഹരിയുടെ ഉപയോഗമില്ലാതിരിക്കണമെന്നതാണ്. വ്യക്തിപരമായും ഇല്ലാതിരിക്കണം, കുടുംബപരമായും ഇല്ലാതിരിക്കണം, സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതെയാവണം. വ്യക്തിപരമായി ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തമാശക്ക് പോലും ഉപയോഗിക്കാതിരിക്കുക, രുചി അറിയാൻ പോലും ഉപയോഗിക്കാതിരിക്കുക, അറിയാതെ പോലും ഉപയോഗിക്കാതിരിക്കുക. എന്നാളിനോടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, അങ്ങാടിയിലെ എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഒരു ലേഹം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും വാങ്ങിങ്ങാണ്ട് തിന്നതിൻ്റെ ശേഷമാണ് പിന്നെ മനസ്സിലായത് എന്ന്. അങ്ങനെയും തിന്നാൻ പാടില്ല, അറിയാതെ പോലും കഴിക്കരുത്. കാരണം പഴയ ലഹരിയും പുതിയ ലഹരിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് ഒരാൾ കള്ളുടിയനാവണമെങ്കിൽ ഒരുപാട് വട്ടം കുടിച്ചിട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ WWW എന്ന് പറഞ്ഞ ആടുമ്പോഴേ കള്ളുടിയനാവുള്ളൂ. ഇന്ന് അങ്ങനല്ല. ഇന്ന് ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ അഡിക്ഷൻ വരുന്നതാണ് പുതിയ ലഹരി വസ്തുക്കൾ. ലഹരി വസ്തുക്കൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഒരു തവണയാണ്, ഒറ്റ തവണയാണ്. പിന്നീട് പൈസ കട്ടെടുത്തിട്ടാണെങ്കിൽ വരെ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നതിനെ അഭിമാനമായി കാണണം. രണ്ടാമത്തത് കുടുംബപരമായി ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കണം. കുടുംബപരമായി ഇല്ലാതെയാക്കുക എന്നങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? മക്കളിൽ ലഹരിയുടെ അടയാളങ്ങൾ കാണുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളിൽ, പ്രത്യേകിച്ച് ഉമ്മമാർക്കാണ് കുട്ടികളിൽ ലഹരിയുടെ അടയാളം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുക. ലഹരി ഉപയോഗിക്കൽ അടയാളമില്ലാതെ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. ലഹരി ഉപയോഗിച്ചാൽ എന്തായാലും അടയാളം ഉണ്ടാവും. അടയാളമില്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും അടയാളമില്ലാതെ ചെയ്യാൻ കഴിയില്ല. അതിൽപ്പെട്ടതാണ് ലഹരിയുടെ ഉപയോഗം. നിസ്കാരം അടയാളമില്ലാതെ ചെയ്യാൻ കഴിയില്ല, നോമ്പ് അടയാളമില്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ ലഹരി അടയാളമില്ലാതെ ചെയ്യാൻ കഴിയില്ല. ഉമ്മാനോടുള്ള ദേഷ്യം അടയാളമില്ലാതെ ചെയ്യാൻ കഴിയൂല എന്നാണ്. ഒരാൾ ഉമ്മാനോട് ദേഷ്യപ്പെട്ടാൽ എന്തായാലും അതിൻ്റെ അടയാളം എൻ്റെ മേത്ത് കാണുന്നു മാത്രമല്ല, നാട്ടുകാർക്ക് അത് മനസ്സിലാവും കൂടിയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലെ ലഹരി ഉപയോഗം അടയാളമില്ലാതെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അടയാളങ്ങൾ ശ്രദ്ധിക്കണം. മൊത്തത്തിൽ നമ്മളിങ്ങനെ അടയാളം പറയുകയാണെങ്കിൽ പറയാവുന്നത് നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവൽ ലഹരിയുടെ അടയാളമാണ്. നിലവിലുള്ള എന്തു സ്വഭാവമാണെങ്കിലും, നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്നു, ഇപ്പോൾ തീരെ തിന്നണനല്ല, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, ഇപ്പോൾ തിന്നൊരു പണിയാണ്. തീരെ വർത്താനം പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരിയുണ്ട്. നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന ചെറുക്കനാ, ഇപ്പം മുണ്ടണന്നല്ല. നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകുക. എല്ലാം ഉണ്ടാവും. പള്ളിക്കൊക്കെ നല്ലോണം വന്നിരുന്നു, ഇപ്പോൾ വരുന്നല്ല. തീരെ പള്ളിക്കൊക്കെ വന്നിരുന്നില്ല, ഇപ്പോൾ നീച്ച് പോകണമെന്നല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ എതിരാകുക. ഇത് ലഹരിയുടെ അടയാളമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. പാൻസോ ട്രൗസറോ തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ പോക്കറ്റ് വാസനിച്ച് നോക്കിയാൽ ചന്ദനത്തിരി പോലെയുള്ള എന്തോ ഒരു സാധനത്തിൻ്റെ വാസന തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. പാൻറ്റിൻ്റെ പോക്കറ്റ് വിയർപ്പിൻ്റെ വാസനയുള്ള വേണ്ടത്, അത് ചന്ദനത്തിരിയുടെ പോലൊരു വാസന തോന്നുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണത്. ഇങ്ങനെ കുറേ അടയാളങ്ങൾ. അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും ലഹരിയുടെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഇമ്മാനെയും പെങ്ങന്മാരെയും കണ്ണിൻ്റെ നേരെ കണ്ടൂടാ. ഇളയമ്മാൻ്റെ മകളെ പേരക്കുട്ടിനെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകുക തന്നെ ലഹരിയുടെ അടയാളം. പോണ്ടെന്നല്ല, എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ അവിടേക്ക്. അകന്ന കുടുംബത്തിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നു, അടുത്ത കുടുംബത്തോട് ദേഷ്യവും കാണിക്കുന്നുവെങ്കിൽ ലഹരിയുടെ അടയാളമാണ്.
20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ കളവ് പോകുന്നത് വീട്ടിൽ ആരോ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കൽ ലഹരിയുടെ അടയാളമാണ്. ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. വീട്ടിലാകുമ്പോൾ എപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു എന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. എല്ലാവർക്കും അറിയുന്നതും ഉപകാരമില്ലാത്തതുമായ ചില വസ്തുക്കളുടെ പേര് ആവർത്തിച്ച് പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. CD, ചാക്ക്, കട്ട, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ചാക്ക് ഒരു ഉപകാരമില്ലല്ലോ, പക്ഷേ ഓൻ്റെ വർത്താനത്തിൽ ഇടക്കിടക്ക് ചാക്ക് എന്നുണ്ട്, CD എന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. ഉപകാരം നിലവിലില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ ചില വസ്തുക്കളുടെ പേര്, ആ പേരാണ് ലഹരിക്ക് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അത് ഇടയ്ക്കിടെ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുള്ളതായി മക്കളിൽ കാണുകയാണെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ശരീരം മെല്ലിച്ചു വരിക എന്നത് ലഹരിയുടെ അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരൽ ലഹരിയുടെ അടയാളമാണ്. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം പ്രത്യക്ഷപ്പെടൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ ഒന്ന് കണ്ടാൽ ബേജാറാവണ്ട, 3 എണ്ണം കണ്ടാൽ ബേജാറാകാതെ ഇരിക്കും വേണ്ട. അപ്പം അങ്ങനെ അതിൻ്റെ ആദ്യ ഘട്ടം അടയാളങ്ങൾ നോക്കലാണ്. രണ്ടാം ഘട്ടം അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇന്ന് ലഹരി മാറുന്ന അസുഖമാണ്, മാറാത്ത അസുഖമല്ല. ലഹരി ഉപയോഗം മാറുന്നതിന് മരുന്നുണ്ട്, മാറുന്ന അസുഖം. അതാണ് രണ്ടാമത്തെ കാര്യം. അതിലൊരു മൂന്നാമത്തെ കാര്യം കൂടിയുണ്ട്. ലഹരിയുടെ ഉപയോഗം എന്നത് പൈശാചികമായ പ്രവർത്തനമാണെന്ന് ഖുർആൻ നസ്സാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് പൈശാചികമായ പ്രവർത്തനമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പൈശാചികമായ പ്രവർത്തനമായതിനാൽ തന്നെ അത് മടങ്ങി വരുന്ന അസുഖമാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, എവിടുന്ന ഈ മുസീബത്ത് പിടികൂടിയത് ആ വഴിക്ക് ഇഞ്ഞ് പറഞ്ഞേക്കാതിരിക്കണം. ആ വഴിക്കൂടെ പോയാൽ അഞ്ഞുണ്ടാവും. മദ്യപാനിയായിരുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു കള്ള് ഷാപ്പ് കണ്ടാൽ അവന് കുടിക്കാൻ തോന്നും. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. പൈശാചിക പ്രവർത്തനങ്ങൾ, ഇലാഹിയായ ചില പ്രവർത്തനങ്ങൾക്കുണ്ടാവും. അത് നിസ്കരിക്കണ മനുഷ്യൻ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളി കാണും. ചായ ഒരു ഹരമായി കണ്ട ആൾ എവിടെ ചെന്നാലും ചായപ്പീടിക കാണും. പിന്നെ ഈ വളവിലൊരു ചായപ്പീടിക ഉണ്ട് അറിയാം. കള്ളുടിയാൻ എവിടെ ചെന്നാലും കള്ളു ഷാപ്പ് കാണും. അതുകൊണ്ട് ആ വൈക്കിഞ്ഞ് പറഞ്ഞേക്കാതിരിക്കണം. പറഞ്ഞേക്കാതിരുന്നാൽ അത് പിടികൂടും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ലഹരിക്ക് അടിമപ്പെടുക എന്നത് മിക്കവാറും വെറുതെ ഇരിക്കുന്നവരെ പിടികൂടുന്ന അസുഖമായതിനാൽ ഫുൾ ടൈം എൻഗേജ് ആക്കണം. ഇനി ഒഴിവ് സമയം ഉണ്ടാകാൻ പാടില്ല. ഞായറാഴ്ച ഒഴിവുണ്ടെങ്കിൽ അന്നും എന്തെങ്കിലും പണി വേണം. ശനിയാഴ്ച ഒഴിവാണെങ്കിൽ അന്നും എന്തെങ്കിലും പണി വേണം. ഒഴിവുണ്ടാവാൻ പാടില്ല. ഒഴിവ് സമയമാണ് ലഹരിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് ഒഴിവുകളെ ഇല്ലാതെയാക്കുകയും വേണം. ഇനി മൂന്നാമത്തേത്, സാമൂഹികമായി ലഹരിയുടെ ഉപയോഗം ഇല്ലാതെയാക്കണം. ആദ്യം പറഞ്ഞത് വ്യക്തിപരമായി, രണ്ടാമത് പറഞ്ഞത് കുടുംബപരമായി, മൂന്നാമത് സാമൂഹികമായി ഇല്ലാതെയാക്കണം.
ലഹരി വസ്തുക്കളുടെ വ്യാപാരം, വിൽപ്പന എവിടെയെല്ലാമാണോ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വല്ല അറിവും കിട്ടുകയാണെങ്കിൽ ലഹരിക്കെതിരെയുള്ള വിങ്ങുകളെ, അതിനുള്ള സംവിധാനങ്ങളെ വിവരമറിയിക്കുക എന്നതാണ് സാമൂഹികമായി ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വ്യാപകമായ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഒരു കള്ളുകുടിയന് മറ്റൊരു കള്ളുകുടിയനോട് ഇഷ്ടമുണ്ടായിരിക്കില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു കള്ളുടിയൻ ഓൻ്റെ മോൾക്കൊരു കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കുക ചെക്കൻ കുടിക്കൊന്നുമില്ലല്ലോ എന്നായിരിക്കും. അതുകൊണ്ട് മദ്യപാനിയോട് തന്നെ ഇഷ്ടമുണ്ടായിരിക്കില്ല എന്നതാണ്. അതിനാൽ വ്യാപകമായ ബോധവൽക്കരണം നടത്തി ആളുകളെ ലഹരിയിൽ നിന്ന് ഒഴിവാക്കണം. പുതിയ തലമുറ വളരെ കൂടുതലായി ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ആരോ ബുദ്ധിപരമായി തകർക്കണം എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി നമുക്കിടയിൽ ലഹരിയെ വളരെ വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷിതാക്കളും ഗുരുനാഥന്മാരും പൊതുപ്രവർത്തകരും എല്ലാവരും ആ വിഷയം ജാഗ്രതയോടുകൂടെ കാണണം. അങ്ങനെ നാളെയുടെ നമ്മുടെ സമ്പത്തായ പുതിയ തലമുറയെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നൊക്കെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അൽ ഫാത്തിഹ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.